കിഷ്കിന്ധാകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശാരിക പൈതലേ ചാരുശീലേ വരീകാരോമലേ കഥാശേഷവും ചൊല്ലുനി ചൊല്ലുവന്നെങ്കിലങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യ തനയനവരജൻ തന്നോടും പമ്പാസരതടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപലം മണ്ഡിതം ഹംസകാരദ്ഭവ ഷഡ്പദക്കോകിലക്കുകുടക്കോ യഷ്ടി സർപ്പസിംഹ വ്യാഘ്രസൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപ സൽഫൽ സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗരൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിനാർ ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമുഖാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പോരാനുകരകയും ചൂതായുദ്ധാർത്ഥി മുയുത്തു പുറകെയും ആദി കലർന്ന നടന്നടക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാനുത്തങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വന്നിരുന്നവർ തന്നതരായി നേരെ ധരിച്ചു വരിക നീ വേഗേന വീരന്മാരെത്രയും എന്ന് തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നവലാലിന്നു നിഗ്രഹിപ്പാവനായി വരുന്നതല്ലീ. വിക്രമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനി. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാനിശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോട് വായുസുതച്ചെന്ന് ചോദിച്ചറിയണം. വക്രനേത്രാലാഭഭഗങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞീൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിട നമ്മുടെ ശത്രുക്കളെങ്കിലതൈലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേരസഞ്ജയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർതൃപദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവൻ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി. അങ്കജൻ തന്നെയ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോട് സാദരം. ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവന്മാനാലോക്യ ചേതസി ബാധി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റ തന്നെയോ വിശ്വൈക കാരണഭൂതന്മാരാരു വിശ്വരൂപന്മാർ ഈശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർ മായയ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്തനാമഹീതലെ വന്നു രാജന്യവേശേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുരുൾ കാത്താലിരുന്ന് തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊയ്യുത്തു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ, പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈകാരണൻ വടു നിർണയം. മാനവവീരന്മാർ പൊരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നുടെ നാമം ദശരഥൻ ഭൂമിപാലേന്ദ്രതനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നോടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനി യോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളിത് ചണ്ടനായുള്ളൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കെട്ടുകൊണ്ടിടുനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളയൊരിടത്തും എന്നിഹ കണ്ടുമുട്ടി നിന്നെ നീയൊരടോ സഖേ ചൊല്ലിടുകെന്നുടെ കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പി തൊഴുതു കുരുഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നത് അത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വായുന്നു. അഗ്രജനാകിയ ബാലികവീശ്വരൻ അഗ്രനായി കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ.
ഋഷ്യമൂകാചലം സംഗീതമായി വന്നു വിശ്വാസമോടെ ഇരിക്കുന്നത് അതാത്മജൻ നാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജൻ നാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുൾ വരും കിരുമിരികളെ വേല ചെയ്യാമിതാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നള്ളി ഉത്താപമെല്ലാങ്കിലും ദയാനിതേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തീരുമ്പില മാറുമാരുതി പോക മമ സ്കന്ധമേറിടുവിൻ നിങ്ങൾ ആകുലഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുക കണ്ടു പലര നേത്രനുവാദവും ചെയ്തു. സുഗ്രീവ സഖ്യം. ശ്രീരാമ ലക്ഷ്മണന്മാരെ കയ്യുത്തിലാൾ അമ്മാറങ്ങടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധ ചണ്ടു ചെന്നിടിനാൽ വ്യഗ്രം കളകനി ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തളും എത്രയും ഭാസ്കര വംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനുമാകുന്ന അനുജനും കാമദാനാർത്ഥം ഇവിടേക്കെയുന്നള്ളി സുഗ്രീവനോടവണ്ണം പറഞ്ഞതീശ്വരൻ ആഗ്രേ മഹാരുത്തര ഛായതലേ തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്നരുളിടിനാർ. വാദാത്മജൻ പരമാൻമന്ദമരുൾ കൊണ്ടു നീതിയോടർത്ഥാത്മജനോട് ചൊല്ലിനാർ ഭീതി കളകനി മിത്രഗോത്രേ വന്നു ജാതകന്മാരായൊരീശ്വരൻ മോഗീശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെയും നള്ളിയതാരെയും പേടി വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായുള്ളൊരു സുഗ്രീവം അന്നേരം ആദരപൂർവമുദ്ധായ സസംഭ്രമം ഭീഷ്ടപനാധിനായിരുന്നരുളിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനയലിട്ടതു നേരം ഇഷ്ടനമാരുതി ലക്ഷ്മണനും മോടി ചിട്ടിതു കണ്ടു സുമിത്ര സുഗ്രീവനും പുഷ്ടമോദത്താൽ ഓടിച്ചിരുന്നിടിനാൽ തുഷ്ടി പൂണ്ടെല്ലാവരും ഇന്നിരുന്നിടിനാൽ നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമദ്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൽ നാരീമണിയായ ജാനകി ദേവിയെ ആരാനുയറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രുവിനാശനത്തിനടിയാനൊരു മിത്രമായി വയല ചെയ്യാം തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം. രാവണൻ തന്നെ സകലം വാദം ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതു കണ്ടു നാനവസ്ഥയെ കണ്ടൊരു നാളതു മാനവ വീര തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ 4 പേരും ഞാനുമായി ചലാന്തെ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രനായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രാക്ഷസവരനതു നേരമ സുന്ദരി രക്ഷിപ്പേതാനൊരുമില്ലാനുദീനയായി രാമരാമേതി മുറയിടുന്നു തവ ഭാമിനിയെ തന്നെ അവളെ തേവരു ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതെ തോതമനാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ ഇന്ദ്രിയോശ്വരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടെങ്ങടുത്തു സൂക്ഷിച്ചു വെച്ചതനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോടും മാനവ വീരഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തന്നെ തിരുമുവിൽ വെച്ചിടിനാൽ അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കൺകെ പിരിഞ്ഞതോ നിങ്ങളും തൻവങ്കിയായ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ലഭേനാദേ നളി നദയാലതലോചനെ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിലുമൈത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞതു ലക്ഷ്മണൻ ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠന സഹായേനെ വൈകാതെ നിഗ്രഹിച്ചുംബനേത്രയും സീതയെ കൈക്കൊണ്ടു കൊള്ളാം പ്രസീത പ്രഭോഹരെ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിനായി തേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടിനാൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രിപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥ പുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൽ മർക്കട ശ്രേഷ്ഠനും മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ജയിപ്പിച്ചു സഖ്യവും സുഗ്രീവ രാഘവൻ മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്ന ജന്മതം കളഞ്ഞന്തുങ്കമായ ശൈലാഗ്രേ മരുവിനാൽ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചിടിനാൻ.
വിരോധ കാരണം. പണ്ടു മായാവി എന്നൊരസുരേശ്വരൻ ഉണ്ടായതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനായൊരുമില്ലാനുമതിച്ച വനുധനാഥനായി നന്നിടും ദശാന്തരെ കിഷ്കിന്ധയാം പൂരിപുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടിക്ക് ക്രൂധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചതു കൊണ്ടിട്ട് ദുഷ്ടനാം ദൈത്യനു മൂന പൊടിച്ചു മുണ്ടിനാർ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൽ ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ പുക്കിതു. വാനരശ്രേഷ്ഠനാം എന്നോടു ചൊല്ലിനാൻ ഞാനിതിൽ പുക്കിവൻ തന്നെ അടുക്കുവാൻ നൂനം വിലദ്വാരി നിൽക്കേ നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചു പോയി വായികനി. ഇത്തം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേ നടയിനും പോയിതു കാലമാരു മാസമെന്നറിഞ്ഞു മാഗതനായതുമില്ല. കപീശ്വരൻ വന്നിതു ചോര വിമുഖൻ തന്നിൽ നിന്നെയു നള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു നാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ പൂകിടിനേൻ. മർക്കടവീരനും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരനേന്ദ്രൻ മനർക്കു ചെയ്തിടിനാൽ ചെന്നിതു കാലം കുറഞ്ഞൊരു പിന്നെയും വന്നിതു ബാലി മഹാബലവനായി തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചിതു കൊല്ലുവാൻ എന്നതോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്ന് നടത്തു ഭയേനനാൻ. എല്ലായിടവും പാനിരിക്കുന്നതാനും നീലെ നടന്നെയ്യുന്നീടും ദശാന്തരെ ബാലി വരികയില്ല അത്ര ശാപത്തിനാൽ ഋഷ്യമുഖാചലെ വന്നിരിടിനാൽ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. മൂടനാം ബാലി പരിഗ്രഹിച്ചിടിനാൽ ആരുടരാഗം മമ വല്ലഭനെ തന്നെയും. നാടും നഗരവും പത്നിയോടും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപദ പങ്കേരുഹ സ്പർശ കാരണം ഇപ്പോൾ ഇതാ തീവ സുഖമുണ്ടായി വന്നു. മിത്രാത്മജ്യോതികൾ കേട്ടോരാനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കി തേറുവാൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയം ഇങ്ങനെ ചൊല്ലിനാർ. സ്വർഗലോകനാഥ ജാനകിയെ ബാലിയെ കൊല്ലുവാൻ ഏറ്റവും പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനുമില്ല ചൊല്ലുവാൻ ബാലിതൻ ബാഹുകരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരിയും മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തിൽ ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തേക്ക് ചുയറ്റിയെറിഞ്ഞിതു രക്തവും വീണു മതാംഗശ്രമസ്ഥലെ. ആശ്രമദോഷം വരുത്തിയ ബാലി പോൻ ദൃശ്യമുഖാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാളിപുരം പോകുക മധ്വാങ്ക്യ ഗൗരവൽ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങിയവിടെ വരുവില. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ വീതി കൂടാതെ നിരന്തരം. ദുന്ദുബിന്റെ തല ഇതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവൻ. ഇന്നതെടുത്തെറിഞ്ഞിടുന്നു ശക്തന് കൊന്നുകൂടും വീരനെ നിർണയം. എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നെ തൃക്കൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്നു പുകഴ്ന്നവൻ നന്നായി തൊഴുതു നിന്നിടിനാൻ. പിന്നെയും അവർക്ക് ആത്മജനു പറഞ്ഞിടിനാൻ. മന്നവ സപ്തകാലങ്ങളെവയല്ലോ ബാലിക്കു മൽപ്പിടി ചെയ്തിടുവാനുള്ള സ്ഥലങ്ങളെയും അവനറിഞ്ഞാലും വൃത്രാപുരി പുത്രൻ പിടിച്ചിരുന്ന നേരം പത്രങ്ങളെല്ലാം കൊയ്ഞ്ഞു പോമേയും ഘട്ടത്തിൽ നിൽക്കുമറി പോറ്റമമ്പെയ്തു പൊട്ടികിൽ ബാലിയെ കോഴ്വായി വരും ദൃഢം. സൂര്യാത്മജ്യോതികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യനാദ്വയോദ്ഭൂതനാകിയ രാമനും ശാപവും കൈയടിച്ചു കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെടുന്നരുളിടിനാൻ. സ്ഥലങ്ങളും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാലം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തുണിരുമമ്പോട് പുക്കോരനന്തരം. വിസ്മൃതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പി തൊഴുതു ചൊല്ലിടിനാൽ. സാക്ഷാൽ ജഗന്നാഥനും പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കണ്ടു കാൺമാൻ എനിക്ക് യോഗം വന്നു. ജന്മ മരണ നിവൃത്തി വരുത്തിവാൻ നിർമ്മലമാർ ഭജിക്കുന്നു
പവൽപദം മോക്ഷധനായ ഭവാനെ ലഭിക്കയിൽ മോക്ഷമോ ഇന്നപേക്ഷിക്കയില്ലെന്നതു ഞാൻ പുത്രധാരാർത്ഥ ജാതി സമസ്തവും വ്യർത്ഥമാത്രേ തപമായ വിരചിതം ആകയാൽ മേ മഹാദേവ ദേവേശ മഹാകാംക്ഷിയല്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാനന്ദ ഭാഗ്യഫലോദയാൽ കുയിച്ചു നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി ധർമ്മദാന വ്രത തീർത്ഥം തപക്രതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടാരൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയേ ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽപാപാലം യാതൊരു തനു ചിത്തം നീരും തിരുവടി പാദാംബുജത്തിളകി കാതുറയ്ക്കുന്നു കാൽക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയും അജ്ഞാനം അനർത്ഥവും ചിത്തം ഭവാങ്കലുറച്ചിതും മതി ഭക്തിയോടെ രാമ രാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേറുറ്റ നല്ലവനായേറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോമുക്തമാം ജപത്തിനാൽ ശത്രുജ ജയത്തിനും ധാരസുഖത്തിനും ചിത്തയോരനുഗ്രഹമില്ലിതേതുമേ ഭക്തിയോ ഇന്നു മറ്റൊന്നുമേ വേണ്ടില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ ത്വൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാലമുത്പാട യത്രിലോകീപദേ ശത്രുമധ്യസ്ഥമിത്രാദിഭേദ ഭദ്രം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ ത്വൽപാദ പത്മാവലോകനം കൊണ്ടനി കുൽപ്പന്നമായിതു കേവല ജ്ഞാനവും പുത്രവാദാദി സംബന്ധമെല്ലാം തവ ശക്തിയമായ പ്രഭാവം ജഗൽപദേ ത്വൽപാദ പങ്കജത്തിലും കേളണം എപ്പോഴും ഉൾക്കൊമ്പിൻ എനിക്കുരമാപദേ ത്വന്നാമ സങ്കീർത്തന പ്രിയ ആകേണ എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയെ ത്വച്ചരണാംബോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്താകി വരിക കരങ്ങളാൽ നിന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദമാചരണം ദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപദേ ത്വൽപാദ സുതീർത്ഥങ്ങളെ കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്ത്യ നമസ്കരിക്കായി വരണമേ മുരുത്തകമാകം കൊണ്ടു നിത്യം ഭവത്പദം ഇത്തം പൂയകുന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പീഡിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമശം വേറിട്ട മംഗളാത്മാവായ സുഗ്രീവനെ തഥാ മായത ഇത്തത്ര മോഹിപ്പിച്ചതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലാനിധി ബാല്യ സുഗ്രീവ യുദ്ധം സത്യസ്വരൂപൻ ചിരിച്ചരുണയുധി സത്യമെത്ര നീ പറഞ്ഞതെടോ സഖെ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേനു മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊൾവിൻ നിന്നെ നിർണയം അർക്കാത്മജനതു കേട്ടു നടന്നതു കഷ്കിന്തായാം പൂരി നോക്കി നീരാകുലം അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണ വീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്താപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പൃഥ്വിഹൃഹും മറഞ്ഞു നേടിനാൻ മിത്രഭാവേന രാമാദികൾ അന്നേരം കൃതനാം ബാലിയറിവിൽ വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ വിത്രകാരി പുത്രനും മിത്രതനയനെ 100 വലിച്ചു കൂത്തിയിടിനാൻ ഭദ്രോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതു രക്തമണിനേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പേരു നേരം മിത്രാത്മജനതു വൃത്രാരി പുത്രനെ തിത്തം തിരിച്ചറിയാമല്ലോരുത്തനും മിത്രവിനാശന ശങ്കയ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ലതു നേരം വിത്രാരി പുത്രൻ മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ മിത്രതനയനും സത്വരമാർത്തയായി വൃത്രാരിപുത്രനും ആലയം പൂക്കിതു വിത്രതനയായി വന്നു മിത്രതനയനും പൃഥ്വിരുഹാന്തികെ നിന്നരുളിടിന മിത്രാൻവയോത്ഭൂതനാകിയ രാമനോടെത്രയോ മാർത്യ പുരുഷന്മാർ ചൊല്ലിന ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലൊത്തറിഞ്ഞീലനാനയ്യോ വധ്യനാണെങ്കിൽ വ്യധിച്ചു കളഞ്ഞാലും അസ്ത്രീണമാം നിന്തിരുപടിനാൻ തന്നെ സത്യം പ്രമാണമൗർത്തു നന്ദും പുത്രനേരത്തെയും പാരം പയ്യച്ചതു ദയാനിധേ സത്യസന്ധനു ഭവാനെന്നു നാനോർത്തതും വൃത്തമാത്രേ ശരണാഗത വത്സല മിത്രാത്മജ്യോതി കളി തരമാകുലാൽ ശ്രുത്വാ രഘുതമനത്തരം ചൊല്ലിനാൻ ബുദ്ധാശ്രുത നേത്രയാലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പേടായി കേതു മമ സഖേ അത്യന്ത രോഷവേഷങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവന്മാരെ തിരിയാഞ്ഞു മിത്രഖാദിച്വമാശോക്യ ഞാനന്നേരം മുക്തവാനായി ഇതെല്ലസ്ത്രം ധരിക്കനി ചിത്തബ്രഹ്മം വരായി വാരോടനോളം മിത്രാത്മജ നിനക്കുണ്ടാകുവാൻ നിനെ
ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വിത്രവിനാശന പുത്രനാമഗ്രജൻ മിത്രുവശകനുറച്ചിടുക നീ സത്യമേതമഹം രാമനെ നന്നാകിലോ മിഥ്യനായി വന്നുകൂടാ രാമഭാഷിതം യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രം സുമിത്രാത്മജനോടു ചൊല്ലിനാൻ മിത്രാത്മജങ്ങളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാഭീരവോടായി യുദ്ധത്തിനായി ശത്രുഘ്ന പൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലായ ചീടിനാൻ ബാലിവധം വിത്രരി പുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളിച്ചേടിനാൻ പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്യാമനാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതയാനൊരു ബാലിയും ബദ്ധ്വപരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭദ്രഗ്രഹേ ചെന്നു ബദ്ധാശ്രുനേത്രനായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൽ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതൊന്തൊരു ശങ്കയുള്ളണ്ടിലിനിക്കതു കേൾക്കനി വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പരാക്രമമുള്ളൊരു മിത്രവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരങ്ങളോടാശു ചൊല്ലിയിടിനാൽ ബാലൊരു ശങ്കയും ഡാഗോല കയ്യോയടിച്ചിടു നീ വൈകരുതെന്നുമേ നീയൊരു കാര്യം ധരിക്കണമോ മലേ ബന്ധുവായുള്ളവരോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരി നോർക്കവേ ബന്ധുവായുള്ളവനേകനാകിലോ ഹന്തവനാകിനും മറികനി ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തരെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനായിരിക്കുമോ ഭീരുവായുള്ളവരടച്ചതു ചൊല്ലിനി വൈരിയെ കൊന്നു വീരവിൽ വരുവൻ ധീരത കൈക്കൊണ്ടിരിക്കനി വല്ലഭേ താരം ചൊന്നാളതു കേട്ടവനോട് വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമസുധനങ്കത നേരവും കേട്ടോ നന്ദനമെന്നോടു ചൊല്ലത് കേട്ടിട്ടു ശേഷം യഥോചിതം പോകനി ശ്രീരാമൻ ദശരഥ നാമയോധ്യാധിപൻ രാമനെ തണ്ടുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൾ വന്നിടുന്നുടാൻ ദണ്ഡക കാനനെ വന്യാശനാസ്ത്രബസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാണ് അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളയെ അന്വേഷിച്ചു തൽക്ഷണം ശൃംഗമുഖജലെ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൽ മിത്രമായി വായ്കയെന്നന്യോന്യം ഒന്നിച്ചു സഖ്യം ചെയ്തു കൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കരുളുവരുമായുടൻ മിത്രരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജനി വായുവനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിടു രാഘവൻ സത്വർഗമാർക്ക് തനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നത് പോളതു കണ്ടതു നീയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വായിച്ചു കൊள்കയുമുള്ളവായി യാക്കി രാമം നീ ശരണമായി വേഗേനെ പാഹി മാമഗതം രാജ്യം കാലച്ചനി ഇങ്ങനെ ചൊല്ലുകരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിച്ചും വിധ വ്യാകുലഹീനം പുണർന്നങ്ങു രാഘവശേന പറഞ്ഞതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ട് പോടിക്കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനി ശ്രീരാമ ലക്ഷ്മണനാർ വന്നതെന്തെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം രാമനെ സ്നേഹിക്കാമെന്നോളം ഇന്നാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ തനവതരിച്ച ഭൂമി വാരഹണാർത്ഥമെന്നു കേൾപ്പതുണ്ടു ഞാൻ പക്ഷഭേദം ഭവാനില്ല നിർണയം നിർഗുണനേകതാത്മനീശ്വരൻ തച്ചരണാംബുജെ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കൽ ഉപാകാരവുമേറും സുഗ്രീവനേക്കാളും എന്നറികൊണ്ടാർക്കനി തന്നെ പൂജിക്കുന്നവനെ ഭജിക്കുന്നിടുവാൻ അന്യഭാവം പരമാത്മാവനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീ വേശ്മനി പുഷ്കരലോചനെ പൂർണ്ണ ഗുണാബുധേ യുദ്ധമാശ്വാസ്യ വിത്രാരാധിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വപരിഗ്രഹരം നിർമ്മഗമിച്ചിടിനായി യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃത താരയും അശ്രുഗണങ്ങളും വാർത്തുക ആ ക്രൂരതാപകുമത് പൂക്കിടിനാൽ പല്ലും കടിച്ചലിനു കൊണ്ടു ബാലിയും നില്ലെന്നറിഞ്ഞോളും അനന്നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ ദുഷ്ടന ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽക്കെ പരസ്പരം താടനം തട്ടിയും മുട്ടിയും കൊണ്ടും തലങ്ങളിൽ കൊട്ടുമേയുമേറ്റു പീഡിച്ചും കടിച്ചും മുറ്റങ്ങൾ വീണു പിണ്ടരും മുണ്ടരുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും
കുതിക്കുകയും മാടിത്തടുക്കുകയും കൂടെ കൂടുകയും ഓടിക്കയിക്കുകയും വാടി വിയർത്തുകയും മാടി വിളിക്കയും കോപിച്ചടുകയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമായുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനോ ബൗദ്ധരിടം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെ കണ്ടവർ കൊണ്ടായി പുഴുകയും കണ്ടില വാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും കണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജ മുഷ്ടി പ്രകരണങ്ങൾക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ടകം മറഞ്ഞാശു മഹേന്ദ്രമാൻ അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുത മാമാറടയച്ചരുളിയിടിനാൻ ചെന്നതു ബാലിതന്മാരിൽ തളച്ചത് ബോധങ്ങളറി വീണിടിനാൻ ബാലിയും ഭൂമിയും എന്നൊരു വിറച്ചിത നേരത്ത് രാമനെ കുളിർപ്പി സ്തുതിച്ചു മരുൾ സുതൻ മോഹം കലർന്നു മുഹൂർത്തം മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണാതെ അഗ്രോ രഘുത്തമനെന്താ ബാണവും ദക്ഷിണ ഹസ്തെ ധരിച്ചനു പാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദു സ്മേരവദനവും ചാരുജടാക മകുട പൂണ്ടിടം പൊട്ടു മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവയതു ഞങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗ്യെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും മഞ്ജസ കണ്ടു ഗ്രഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ കോപഖേദാലിക്കുല ചേതസ എന്തു ഞാനങ്ങു നിന്നോട് പിയച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതനി വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വേടിനതെങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതുകൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിയെങ്കിൽ പേരെ പെരുത്തു ചെയ്യിക്കണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതോ എന്തു മറ്റെന്നാൽ കൃതമല്ലാതായതും രക്ഷോവരൻ തവ പത്നിയെ കട്ടതിനർക്കമാത്മജൻ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്ന നകിലോ വിക്രമം പാകമം മാമകം കേട്ടറിഞ്ഞു നീലോ ആരെയോ നാനതു മൂന്നു ലോകവും വീരനാമെന്നൂടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂട മൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു നാനര നായിക കൊണ്ടു നിന്നന്തടിക്കെച്ചു വെച്ചു തൊയ്യുതേനു മോദരാൽ ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലമൻ പറയുന്നു രഘുപതേ ധർമ്മം എന്തൊന്നു ലഭിച്ചതു കൊണ്ടു നിർമൂലം ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരച്ചത്തെ ചെയ്തു കൊന്നിത് മാനമുണ്ടായതെന്നു പറകനി വാനരമാസമ ഭക്ഷ്യമത്രേ ബാധ മനസ്സെ തോന്നിയതെന്തിനു ഭൂപതെ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോ ഉത്തമമായൊരുൾ ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നതു നീളനാൻ പാപിയായോരോ ധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹാബ്ദനായി നിന്നെ നീയതെന്നു മർഞ്ഞായതുമെടോ പുത്രി ഭഗിനി സഹോദരി ഭാര്യമാർ പുത്രികളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവർ പാപികളിൽ വെച്ചമേറ്റം മഹാപാപി താപം അവർക്കതിനാലെ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ ത്രിഹരിച്ച കഥ ധർമ്മസ്ഥിതി വരുത്തും ധരണി തലെ നിർമ്മലമാത്മല നീ നിരൂപിക്കില്ല മനസ്സേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലകന്മാർ നടക്കും എല്ലാടവും ഏറെ പറഞ്ഞു പോയി കരവരോടതും പാപത്തേനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്ത് കെക്കവേ കേട്ട ശുചിത്വ വിശുദ്ധി ഭവിച്ചു കബീന്ദ്രനും രാമനെ നാരായണെന്നറിഞ്ഞുടൻ താമസഭാവകമങ്ങന്നു സസഭ്രമം ഭക്തിയ സംസ്കൃതി വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിൻ തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികെ താപകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തൊന്നു ചൊല്ലുവതും സാക്ഷാൽ മഹായോഗനാമ ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതിനാകല എന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടമ്പോടു നിന്നോട് സായകം കൊണ്ടു മരിപ്പാൻ അവകാശമാ ക്ഷമിക്കാലും ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിൻ തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്കിൽ തണ്ടൻ തൻ നിഗ്രഹിപ്പാനാശു പങ്ക്തി താരാത്മജനായി ജനിച്ചു ഭവാൻ
പത്മജൻ മൂന്നമർത്തമില്ലാതെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടുന്ന നിന്നുടെ ലോകം ശ്രമിപ്പാൻ തുടങ്ങുമെന്നായി അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യ ബാലകന്മാരുദ്ഗതൻ തന്നിൽ തിരുവുള്ളമായുണ്ടായിരിക്കണം. അർക്കതൻ എന്നും അലങ്കത ബാലകൻ ഒക്കെ നിനയ്ക്കുന്നു കൈകൊണ്ട വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടങ്ങിനെ നെൻപോട് മെല്ലെ തടുത്തലോടയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൽ മെല്ലവേ മാനവ വീരൻ മുഖാംബുജവും പാർത്തു. വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗദ്ര വൃന്ദദുരാപമായുള്ളൊരു ലോകം ഭാഗവൽപദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മാവന ബാലി രാമപദം പ്രവേശിച്ചോരാനന്തരം മർക്കടയോഗം ഭയത്തോടടക്കി വേഗേന പുക്കിതു കിഷ്കിന്തയായ പുരാജിരെ ചൊല്ലിനാൻ. താരത്തോടെയാശു കവികളും സ്വർഗലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമസായകമേറ്റു രണാജിരെ താരെ കുമാരനെ വായിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക കിഷ്കിന്ത മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തിക്കുള്ളിൽ കടക്കാനിത്തരം. ബാലി മരിച്ചതു കേട്ടൊരു താരുമായി മേലോടു വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദ വാച പറഞ്ഞു പലതരം. എനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതല വാസവും മേപത. ഭർത്താവതുനോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു നീ രക്തപാംസുക്കളാണ് ഇന്നു കിടക്കുന്ന ഭർത്തൃക്കളെ വരം കണ്ടു മോഹം പൂണ്ട പുത്രനോടം കൂടെ ഏറ്റം വിവശനായി വീണിതു ചെന്നു പാതാന്തികെ താരയും കേണുകേടങ്ങില്ല. പിന്നെ പലതരം ബാണമെയ്തന്നെയും കൊന്നിടോ നീ മമ പ്രാണനാഥനോ പിരിഞ്ഞാലെടോ എന്നെ പതിയെ കൂടെയയക്കില്ലയോ. കന്യാദാന ഫലം നിനക്കും വരും ആരയനാം നിന്നാലനുഭൂതമല്ലയോ. ഭാര്യാവിയോഗ ദുഃഖം രഘുപതേ വ്യഗ്രഹം തീർത്തു ബാരുമായി വാഗനി സുഗ്രീവ രാജ്യഭോഗങ്ങളൊരിഷ്ടം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായൊരു ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശ കാരുണ്യന ഭദ്രവിയോഗം കളഞ്ഞിടുവാൻ താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്കനി ബന്ധമില്ലേതെന്നുമെന്നു മനോഹരെ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വത്മസര രക്താസ്ഥി കൊണ്ടത്രോ നിശ്ചേജ കാഷ്ടതുല്യം ദേഹം ഓർക്കനി. നിശ്ചല മാതാവും ജീവൻ നിരാമയൻ നല്ല ജീവിതം മരണവുമില്ല. കേളല്ലല്ലുണ്ടാകും നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല. കേൾ ദുഃഖ വിഷയമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലിബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ല. റികനി സർഗവീരൻ ജീവനേകതൻ പരനദ്വയം നവ്യ നാകാശു തുല്യനലേപകൻ ശുദ്ധനായി നിത്യമായി ജ്ഞാനാത്മകനായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചതു പിന്നെയും നിശ്ചയിച്ച കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മനിത്യനായതും ജീവനും ദുഃഖസഖാതി സംബന്ധാർക്കം എന്നുള്ളതൊക്കെയും അരുൾ ചെയ്ക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നെ രഹസ്യമായുള്ളത് കേൾക്കനി യാതൊരു വരു ദേഹേന്ദ്രിയ അഹങ്കാര ഭേദേന ഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരം എത്തുക വിവേക കാരണത്താൽ നിർണയം. ഓർക്കിൽ മിഥ്യാവഭൂതനായ സംസാരവും പാർക്കതാനെ വിനി വർത്തിക്കയല്ലടോ നാനാ വിഷയങ്ങൾ അധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്കനി. മിഥ്യാഗമം ത്വിജപ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ നൂനമന്യാദ്യ വിദ്യാബന്ധഹേതുന താനാമഹംകൃതികാശു തൽക്കാര്യമായി സംസാരമുണ്ടാമപാർത്ഥമായതും മാനസനത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമാനസമാനത്വം ഭവിക്കയാൽ ആത്മന തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികയും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കില്ലല്ല തത്രജ്ഞയ ചിത്തെ നിരൂപിച്ചു കൺകനി സൂക്ഷ്മമായി ബന്ധിത്രനായി സമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളും ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരെ വലയുന്നു. അതോ മനോഗുണസ്പഷ്ടോ തതസ്ഥത വേദം വിധിക്കയും ബഹുവിധ കർമ്മങ്ങളും ശുക്ലരക്താസിദ് ഭഗതികളോടമേതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബല എങ്ങും ആഭൂത പ്രവചനം ഭൂമിച്ചിടുന്നു. പിന്നെ സമസ്ത സഹങ്കാര കാലേ ജീവൻ അനുമനാദ്യ വിദ്യാവശം പ്രാപിച്ചു
തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പുനർഭവസനയാ സമം ജായതേ ഭൂയോ കടിയന്ത്രവത്സദ മായാബലത്താലാർത്താർക്കഴിക്കുമെടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതസി സംഗതി ലഭിച്ചിടുന്നു മമ ഭക്തനായി ശാന്താത്മാവിനു പുനരടപ്പോൾ അവിധിബദ്ധ്വശിയാദൃഢം ശുദ്ധയുമുണ്ടായി കഥാശ്രവണമേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാർത്താതി വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മന പ്രാണാദികളിൽ നിന്ന് അഹന്ത വേറൊന്നു ന്യൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോയേ സത്യമയോദിതം സത്യമയോദിതം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായ വിമോഹം കളക മനോഹരെ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തങ്ങനെ ലയിക്കനി ചിത്തെ നിനക്കൊരു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപഭൂമേറും നിനക്കു കാട്ടിത്തന്നു താപം ഇനി കളഞ്ഞാലും ശേഷം നീ മധുപദിശം ധാനിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമേനന്ദന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാർ മോഹമാകുന്ന തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനിയും ദുഃഖവും പോക്കിനാർ ആത്മാവ് ഭൂതി കൊണ്ടാശു സന്തുഷ്ടം യാം ആത്മബോധേന ജീവനും മുക്തിയാകിനാൽ മോക്ഷപ്രധാനമായി രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തി മുയുത്തിടും അർത്ഥം കയർന്നു മുക്തയായുള്ളൊരു നാരിയാണെങ്കിലും വ്യഗ്രമല്ലാകളെ പോയി തെളിഞ്ഞിതു സുഗ്രീവ മാമി വിര കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമൂടസി സ്വസ്ഥനായി തുല്യം. സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോട് അരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രമംഗദൻ തന്നെയും മുന്നിട്ടു സംസാരമാദി കർമ്മങ്ങളെയും പുണ്യാഹ പന്ത്യന്ത്യമാഹന്ത ചെയ്കന്നി രാമജ്ഞയാ തെളിനാശു സുഗ്രീവനും ആമോദപൂർവകമർത്തിടിനാൽ സൗമ്യമമായുള്ള ഒരു താരയും പുത്രനും ബ്രഹ്മണാരും ആദ്യപ്രധാനികന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിച്ച തമ്പേരി മൃതാദിവാദ്യ കോശത്തോടും ശാസ്ത്രമാർഗേണ കർമ്മം കഴിച്ചതാ സ്നതോജഗമ രഘുതമ സന്നിധോ മന്ത്രങ്ങളോടും പ്രണമ്യ പദാംബുജ മന്ദർമുദ പറഞ്ഞാൽ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമെന്നേ പൂജനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളൊരടിയനെ നിത്തവൻ ആശ്വാസം പരിപാലിക്കുന്ന സന്തതം ദേവദേവേശ ദേവാദപദത്വയം സേവിച്ചു കൊള്ളുവാൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുട്ടോരഗ്രരെ ചിന്തിച്ചരുളിച്ചു രഘുത്തമൻ നീ തന്നെ ഞാനിങ്ങനുള്ളൊരു സംശയം പ്രീതനായി പോയല്ല മാഷു മാമാജ്ഞയ രാജ്യാധിപത്യം നിനക്കു തന്നേനെ പൂജന ചെന്ന അഭിഷേകം കഴിയുകനി ന്യൂനമൊരു സകരം പുകയുമില്ല നാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമോദരാൽ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യവരാജാത്തം അഭിഷേചയ പ്രഭോ സർവമധീനനം ജിനക്കു രാജ്യം സഖേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊൽകനി അദ്രിശിഖരെ വസിക്കുന്നതു കണ്ടൻ ജ്ഞാനദ്യ പ്രഭൂതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരിഷം കൈനാലനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്കനി തന്വങ്കിതനായിരിപ്പിടമഞ്ഞുവ നിന്നോട് ചൊൽകയും വേണം മമസഖേ അത്ര നാളും പൂരത്തിങ്കൽ വസിക്കനി നിത്യസുഖത്തോടും ധാരാത്മജനായ സമം രാഘവൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രയോടും സുഗ്രീവനും പിന്നെ പുക്കഭിഷേകവും ചെയ്തു വന്നതു രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാക്കിയ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നത മുദിശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗ്രഹവരം കാണാതെ സ്ഫടികാദിത്യ കലർന്നു വിളങ്ങിന ഹാടകദേശം പ്രണിവാരജ്വലം വാദപരിശഹി മാതപവാരണം പാദപ്രവൃന്ദ ഫലമൂല സഞ്ചിരം തത്രൈവ വ്യാസരോജയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്ര മനോഹരൻ സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ടു നാരായണൻ തന്നെ പക്ഷി മൃഗാദി രൂപം ധരിച്ചന്വകം പക്ഷിധ്വരജ്വനെ ബന്ധിച്ചു തൂങ്ങിനാൻ സ്ഥാവര ജംഗമ ജാതികളപേരം ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധി വീരധനായ ഏകാദദേശെ മരൂപം ദശാന്തരെ ഏകതാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടും ചോദിച്ചരുളിയിടിനാൻ കേൾക്കുകയുമില്ലാഗ്രഹം പാരം ക്രിയാമാർഗ ആഖ്യാക്കി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമക്കൾക്കു മോക്ഷപ്തം പരലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാനിധേ നാരദ്യാവാസരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു.
നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രൻ ഭക്ത്യ പറയുന്നതെന്നു കൊണ്ടു കേൾപ്പുണ്ടു ഞാന്. ഭക്തന്മാർ ദാസനായുള്ള രടിയനും മുക്തിപ്രദം ഉപദേശിച്ചരുളേണം. ലോകൈകനാഥ ഭവനാരളി ചെയ്യിലോ ലോകപാലകമായുകളുണ്ടല്ലോ. ലക്ഷ്മണനേവും ഉണർത്തിച്ചു നേരത്തു തൽക്ഷണ ശ്രീരാമദേവൻ അരുൾ ചെയ്തു ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജ വിപത്താനായി ഓർക്കില്ല വാസനമെന്നലകനി. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കിലൊരു വാത്സല്യം ഉയ്ക്കയാൽ തന്നെ നിന്നുടെ ഗൃഹോക്തമാർഗേണ മന്നത്തിടത്തിങ്കൽ ദ്വിജത്യമുണ്ടായി വരും. ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമടോ. ഹിർക്കമത്തിങ്കലാകിലും മുന അഗ്നിഭവാങ്കലാകിലുമേടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും ഒപ്പിങ്കലാകിലും സ്തത്തിങ്കലക്കലും നല്ല സാളം ഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം വേദതന്ത്രോത്കളങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാരാധൽ മുല്ല മൃലേബാനാധിപതി കാലെ കളിക്ക വേണം ദേഹശുദ്ധിയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനമാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്ഥാപനം ചെയ്യുക ശീലയാം പ്രതിമസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദികൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കമറികനി. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമേനിക്കെന്നറികനി. അഗ്നൗയജിക്ക ഹവിസു കൊണ്ടാദരോർക്കനെ ലിംഗലറിനാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങിവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ള തന്നാദതി പ്രിയം ഗന്ധപുഷ്പാദ ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമേടോ നാനടോ. വസ്ത്രാദിയാചനശാദികളാലസനമുത്തമമായുധ കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ സാന്തനായി ചെന്നതിരാർവമുദാലിപിനാസം കഴിക്കണം. ചെന്നു തന്വദാസ്യവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ചു ഭക്ഷിണ ഭാഗ്യ കുസുമാദികളെല്ലാം അക്ഷതബദ്ധൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധു പാർക്കമാലർത്ഥാന ചനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടവും വെച്ചു കൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കളം ശ്രീവസനം തടുജ്വലം ഹെൽക്കമലെ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ ത്വദേഹം അഖിലം ത്വയാ വ്യാപ്തം എന്നറികണമിളക്കവും കൂടാതെ ആവാഹയൽ പ്രതിമാദിഷ്ടമർക്കലാം സ്വസ്വരൂപനായി ധാനിക്ക കേവലം പാദ്യഭൂമർക്യം തഥാത്മധൂപർക്കവും ഇത്യാദി പൂന സ്നാനവസ്തൃത വിഭൂഷണ എത്രയുമുണ്ടുള്ളതുപചാരമെന്നാല് അത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആകമോക്തമോ പ്രകാരേണ നീരാജനൈ അർദ്ധോപദീപൈ നിർവൈദ്യ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമാർജിക്കുന്നു കൊള്ളുവൻ ശ്രദ്ധയാ ഞാനും പൂജിക്കമറികനി. ഹോമം അഗസ്ത്യ മാർക്കണ്ഡാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമുതലെന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമടോ. ചിത്തതാരിങ്കൽ നിനക്ക് കുമാരനി ഔപാസനൗചരുണ ഹവിഷാദ സോപാധീന ചെയ്ക ഹോമം മഹാമതേ തപ്തജാബുനപ്തപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ ഭക്തിമധ്യസ്ഥിതം ധ്യാനിക്ക. ഹോമകാലേ ഹൃദി ഭക്തബലം ബുധോത്മന് പാരിഷദാനം മഹിദാദവും ചെയ്തു ഹോമശേഷത്തെ സമാപയ മന്ത്രത്തിൽ ഭക്ത്യാ ജപിച്ചു മാം ധന്യിച്ചു മൗനിയായി. ഭക്തവസനം നാഗവല്ലിദയാലിതിയും ദത്വാ മധുഗ്രേ മകൾ പ്രീതിപൂർവകം നൃത്തസംഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദ്ദകമാകും പ്രസാദത്തെയും പുനരുത്തമങ്കെ നിദായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദിതി മുഹൂർത്തുക്തമാ നമസ്കാരവും ചെയ്താനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗൽ ഇത്തം ദിനം മനു പൂജിച്ചു വത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യമേവം ക്രിയായോഗം അനുഷ്ഠിക്കൽ ദേഹനാശേ മമ സാരൂപ്യവും തരും ഐഹിക സൗഖ്യമളന്തു ചൊല്ലേണമോ. ഇതമയോഗം ക്രിയായോഗമുക്തമം ഭക്ത്യാ പഠിക്കുതാൻ കേൾക്കുതാൻ ചെയ്കിലോ നിത്യപൂജാ ഫലമുണ്ടവനെന്നതും ഭക്തിപ്രിയൻ അരുൾ ചെയ്താനു നേരം. ശേഷം ജനനാഥനാം ലക്ഷ്മണൻ തന്നോടാ വിശേഷമിതു
മരുൾ ചെയ്തനാന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൽ ഹാജനകാത്മജെ സീതേ മനോഹരെ ഹാജന മോഹിനി നാദേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്ത നിദ്രയും ദേവദേവനെന്നു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമൊരു മരുവും ചില ചില നേരം അനുവൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വായുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്താപുരത്തിങ്കൽ വായുന്ന സുഗ്രീവനോട് പറഞ്ഞു പവന അഗ്രേവരി വണങ്ങി ആനന്ദമാവണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഗീതങ്ങളെല്ലാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മൂന്നാമേ സത്യവ്രതനു പുരുഷോത്തമൻ പിന്നെയും നീയോ നിരൂപിച്ചലേതുമേ എന്നുടെ മനസ്സെ തോന്നുന്നതിനോ ബാലി മഹാബലൻ കവി പൊങ്ങവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ച ബാല ലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജനായിരിക്കുമായിരുന്നതിടു നീ നേത്രനാളും ഉണ്ടായിരുന്ന നേരത്തു ചിത്തത്തിലുണ്ടായി തോന്നുന്നു ധരിക്കനി ആദ്യഭാഷോവ പരശോധവാതവ മൃത്യുഭവിക്കലിനില്ല സംശയം പ്രത്യുപകാരം മറക്ക പുരുഷൻ ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രഹിച്ച സോദരൻ തന്നോട് മൂർവീശ്വരനു പരിതാപേന വായുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതു നീയ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിസനീ സക്തനായി പാനവും ചെയ്തു മറന്നക്വകം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപകൾ എത്രയും നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെന്ന നിർണയം അഞ്ജനാനന്ദൻ തന്നോടെ വാക്കു കേട്ട് അഞ്ജസാ ഭീതിയോടൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാർ സത്യമേത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമ മാത്യനുണ്ടെങ്കിലോ ഫിർത്തിശനാപത്തു മെത്തുകയില്ലല്ലോ സത്വരം എന്നുടെ യജ്ഞയോടും ഭവൻ പത്തുതിക്കിലങ്കിലേക്കും അയച്ചിടണം സത്തദ്വിപസ്ഥിതിന്മാരായ വാനര സത്തമന്മാരായ വരുത്തിവാനായി ദ്രുതം നേരെ 10,000 കവിവീരെ പാരാതെ അയക്കു സന്ദേശ പറത്തെ പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതാകിലോ ബന്ധവനാവാനിതെന്നൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമേലുമേ അഞ്ജസാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിടൊരു നീടിനാൻ ഭദ്രനിയോഗം പുരസ്കൃതമാരുത പുത്രനും വാനര സത്തമമായരെയും പതുതിക്കിന്നമായ ചനിമിതമിത്തം പൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരണേ കവികുല നായകന്മാരെ വരുത്തുവാനായി മുത പോയതു ദാനമാനാതി തൃപ്തന്മാരായ മായ മനുഷ്യമാ കാര്യാത്വം അതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വായും വിധൗതാപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാർ പാപമയ്യോ മമ കൺകുമാരനി ജാനകി ദേവി മരിച്ചതോ ഗൂരതിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയതേതുമില്ലെന്നു മഞ്ഞില്ലയോ കശ്ചിൽ പുരുഷനൂടെ സംപ്രതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിടുകിൽ കേവലം അത്രയും ഇഷ്ടമനവൻ മമ എങ്ങാനും ഉണ്ടെന്നതാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോയു വരം നിർണയം ജാനകി ദേവിയ കട്ടക്കള്ളൻ തന്നെ മാനസകോപേന നിഷ്ഠമായി കീടുവാൻ വംശവും കൂടെ ഒരുക്കുന്നതുണ്ടോ സംശയമേതുമില്ലെന്നില്ല നിർണയം എന്നെയും കാണാൻ ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇന്നെ കാണുന്നു വല്ലഭേ ചന്ദ്രനെ നീ പിരിഞ്ഞതു കാണണം ചന്ദനും ആദിത്യനെ പോലെയായതു ചന്ദ്രശീതാകളായ വെളിച്ചെന്നു മന്ദമാനം തലോടുത്തതാ വന്നാതരവികീലെന്നെയും സാദരം നിന്നോട് ഗോത്രജയലയോ ജനകജ സുഗ്രീവനും ദയാനിഹൻ അത്രയും തുലാം ദുഃഖിതനാമയുന്നെയും മറന്നാലയോ നിഷ്കണ്ഠം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോട് കൂടി ദിവനിശം മദ്യപാനാസക്ത ചിത്തനം കാമുകൻ വ്യക്തം കൃതജ്ഞനത്ര സുമുദ്രജ വന്നു ശരൽക്കാലം എന്നതു കണ്ടവൻ വന്നില്ലയോ പറഞ്ഞ വണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദിവാപൂർവം എന്നേടെ മന്നിച്ചിടുവാനല്ലവൻ പൂർവ്വവാരികായം എന്നെ മറയ്ക്കയിൽ പൂർവന് കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടനായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടോ സുഗ്രീവനോർക്കനി കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ അഗ്രജമാർഗം നമിക്കയം എന്നുടെ സുഗ്രീവം അനുമതിക്കുള്ളൊരു സംശയം യുദ്ധമരുൾ ചെയ്തു രാഘവനോട് അനുകൃതനായുള്ളൊരു സൗമിത്രി ചൊല്ലിന വധ്യനായുള്ളൊരു സുഗ്രീവന സത്വനം ഹത്വവീട കൊൽവനദ്യതമാന്തകം അജ്ഞാഭയാശു മമനും പറഞ്ഞതു പ്രജ്ഞയാനുനൊരു സുമിത്ര തനയനും ആദായ ചാരുണി കൺകളും ക്രോധേണ ശന്തും അഭ്യുത്തതം സാദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊരു നിന്നുടിയടനും പറയുന്നു ഹന്തപനില്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടു വരൂ ബാലിയെ പോലും നിനക്കു വീരവോട് കാലപ്പുറത്തു പോറുക മറികനി ഇത്തം അവനോട് ചെന്നാതി ഇത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാതെനിക്കൊരു രൂപമാകൊരു മൂർത്തു കർത്തവ്യം അനന്തരം ലക്ഷ്മണന്റെ പുറപ്പാട്.
അഗ്രജന്മാർ അഗ്നിയ സൗമിത്രി സത്വരം സുഗ്രീവ രാജ്യം പ്രതി നടന്നീടിനാൽ കിഷ്കിന്ധയോടും ദഹിച്ചുപോയി മിപ്പോയെ മർക്കട ജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകാനുജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃതി ശാന്തി ലോകത്തിനുണ്ടാകുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വർദ്ധിക്കാടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരനാനന്ദമൂർത്തി ജഗന്മയൻ ഈശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസജ്ഞാനം സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മായ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കിയുള്ള യഥാ രാമനായി മനുഷ്യ വ്യാപാരാജാതനും രാമനായ അഭിമാനന്ദനദായികം സർവ സർക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതമൊരുക്കുവാനന്ദ പുരുഷൻ ക്രോധവും മുഖവും കാമവും രോഗവും ഖേദയും വ്യവഹാരാർത്ഥി സിദ്ധയെ തത്ക്രിയാകാലത്തേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ സത്വാദികളെയും ഗുണങ്ങളിൽ താതനു രക്തനെ പോലെ ഭവിക്കയും നിർഗുണം വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മജൻ വിജ്ഞാന ശക്തിയും അവന്യതാദ്വനൻ കാമാദികളായി വിലിപ്തനായ അഭ്യയൻ വ്യോമവത് വ്യാപ്തനാനന്ദനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ അലങ്കരിച്ചിരുവാൻ നിർമ്മലാത്മകളായുള്ള ഭക്തന്മാർക്ക് സംയത് പ്രബോധമുണ്ടായമെന്നു ചൊല്ലുന്നു. ഭക്തി ജൻസിച്ചിത്താചാരേണ സജ്ഞായകൻ മുക്തിപ്രദൻ മുനി വൃന്ദനിസേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു. ലക്ഷ്മണനും ചെറു ഞാണൊളിയിട്ടു മർക്കട മരവനെ കണ്ടു പേടിച്ചു. ചക്രുക്കിലിക്കു ശബ്ദം പരവശാൽ വിക്രപാരിയായി പാഞ്ഞും കല്ലും മരങ്ങളും വിഭ്രമത്തോടെ കയ്യിൽ പിറ്റി ചേവരും പിടിച്ച് മൂത്രമലവാഴികൾ വിസർജിച്ചു ചാടിച്ചുടങ്ങാൻ ആരുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ആകുംബുദ്ധനായി സമുദ്രി വില്ലും കുയലിയെ കുലിച്ചു വിലച്ചിതു ഭദ്രകബിന്ദവും വല്ലകയായതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തക്ഷണം അങ്കദനോടിവ നീടുവാൻ ശൃംഗമൃഗങ്ങളെ കാട്ടിക്കളഞ്ഞുതാൻ അന്നേകയനെ ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ശേഷവും ചെയ്തവനോട് ജാതബോധം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സം ത്വം പിതൃവാഗ്നെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിയയ്ക്കുമെന്നാശുനി ഇച്ഛയായുള്ളതും ചെയ്തു മിത്രനെ വഞ്ചിച്ചാൽ അനർത്ഥമായി വിളംബിതം വരും ഉഗ്രനാമഗ്രജനെ നടുൽ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണൽ അഗ്രജ മാർഗം ഗമിക്കയമെന്നൂടെ സുഗ്രീവനെ കാമ്പിലെങ്കിലേ തത്രേ വരൂ എന്നരുൾ ചെയ്തു ചെന്നു പറകെന്ന് ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിവയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാർ കോപേന ലക്ഷ്മണൻ വന്നത് നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിലേക്ക് അഭേയ ഭാവം കളഞ്ഞു വന്ദിക്ക് ചെന്ന പത്തയെല്ലാത്തെയും ഉണ്ടായി വരും ദൃഢം സ്വതന്ത്രനായുള്ള സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരന മാരുതി തന്നോട് ചിന്തിച്ച് ചൊല്ലിനാനങ്കദനോടുകെ അന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായ സൗമിത്ര തനയനെ മാരുതിയെ പറഞ്ഞവയും അയച്ചതാ താരതയോടാത്മജൻ പറഞ്ഞിടിനാൻ താരോതി പാനേനാൽ പോകണം അശുനി താരെ മനോഹരെ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു ശപിപ്പിക്കാൻ സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടങ്ങു പൊന്നെയും വേഗേന് കാട്ടില ക്ലുഷഭാവത്തെയും നീക്കണം ഇത്യർത്ഥം ആത്മജ വാക്കുകൾ കേട്ടപ്പോൾ മധ്യകക്ഷാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാൽ ഭക്ത്യാകുലശന പ്രശ്നങ്ങൾ ചെയ്തു മിത്രയോടാനന്ദാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തു ഭാഗ്യെ നിന്നരുളിരുവാനന്ദപുരമാലെന്നയും നീളണം രാജധാരങ്ങളെയും നാരകരാഭ്യയും രാജവും സുഗ്രീവനെ കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിനാർ സാധ്യമെല്ലാം ധൃതം ഇതം പറഞ്ഞു കൈകയും പീഡിച്ചു സൗമിത്രയോടും മന്ദമന്ദം നടന്നിതു യൂതവന്മാർ മറുവീടും മണിയ സൗധങ്ങളും പൂരി ശോഭയും കണ്ടു കണ്ടാനന്ദം മുഴുൽ കൊണ്ടു മധ്യകക്ഷ ചെന്നു മാനിച്ചു നിന്ന നേരത്തു കൈ വന്നു താരശേൽ ശേതലമുഖിയായി മാനിനി താര ജഗൻ മോഹിനി മോഹിനി സുന്ദരി ലക്ഷ്മി സമാനനായി നിൽക്കുന്ന നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതായ മന്ദസ്മിതം കൊണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതെന്നറിഞ്ഞില്ലയോ ഭക്തനാണ് എത്രയോ ഉത്തമനായി തവ ഭൃത്യനായൊരു കബീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനൊരു ഗതി ചാബല്യമേറ്റൊരു ജാതികൾ കോർക്കണം മർക്കട വീരന് ബഹുകാലമുണ്ടല്ലോ ദൈവം അനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലം അശുഭവൽ കൃപയാ രക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാനദാന്തം വിപരീതമായി കോടവൻ വേണം ദയാനിധി ഭക്തി പാരായണ നാനാദിഗന്ധം തോറും മരുവിന വാനരന്മാരു വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കുന്നു കബീരൊരു പ്രൗഢനും വന്നു നിറഞ്ഞതു കാൽക്കൽ വീണന പുനർമൂന്നും ദണ്ഡമിനിയല്ല നിർണയം നക്തഞ്ചരക്കുലമാക്കെയും മുടുക്കുവാൻ ശക്തരതു കവിസത്തവന്മാരെല്ലാം
പുത്രകളത്ര മിത്രാനിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടുവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരവാചനമേവു കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രവും വിസ്തൃതമായ സുഗ്രീവനും സത്വരം ഉദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലിതക്ഷണാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ ഈ രഘു സത്തമൻ തന്നെ മറന്നതെങ്ങനെ വിത്രാദിപുത്രനെ കൊന്ന ശരമാഗ്യാരം പുത്രൻ കരസ്ഥിതമെന്നു മറികനി അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനെ കണ്ടു നാദങ്ങൾ കഴിച്ചത് ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിന് ഇത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്തുവാൻ എന്തു കാരണം ഭക്തമറ്റും പുരുഷോത്തമങ്കൽ കവി സത്തമനോർ കയ്യിൽ സുമിത്രാത്മജനം സത്യവും ലംഘിക്കയില്ല കവീശ്വരന് രാമകാര്യാർത്ഥം ഉണർത്തിക്കുന്നത് താമസമെന്നിയെ വാനര പുങ്കവൻ വിസ്മൃതനായി നോടിക്കിടുന്നല്ലയും വിസ്മയം അമ്മാറു കണ്ടില്ലയോ ഭവാൻ വേഗേന നാനാതീതങ്ങൾ നിന്ന് ആഗതനായൊരു വാനര വീരനരെ ശ്രീരാമകാര്യമശേഷന സാധിക്കുമായെന്നിയെ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രയും ആരൂഢ ജലം ഞാൻ നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർഘ്യപാദ്യേന പൂജന ചെയ്തു പ്രാണേണ വീണും വീണ്ടും വണങ്ങിനാർ ശ്രീരാമദാസോമഹമഹന്ത രാഘവ കാരുണ്യലേശന രക്ഷിച്ചനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബാലാൽ സേവാർത്ഥമുർക്കിൽ സഹായമത്രയും ഞങ്ങൾക്കേവരും തന്നിർക്കോകത്തെ വഹിക്കുന്നു അർക്കാത്മജന്മോയി കേട്ടു സൗമിത്രയും മൂക്കം പുഴഞ്ഞുകൊണ്ട് ചൊല്ലിടിനാൽ ദുഃഖേന ഞാൻ പുരുഷങ്ങൾ പറഞ്ഞത് ഒക്കെ ക്ഷമിയുതു മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ വൈകാതെ പോകവാനത്തിനു സ്വാമിനെ രാഘവൻ താനെ വസിക്കുന്ന മേടോ. സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ തന്നെ പൂറപ്പെട്ടു നാനിങ്കൽ മിന്നം മൂർപ്പിതനല്ലത് സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ബേരിമൂതാംഗ ശങ്കാധികാധികത്തോടും അഞ്ജന പുത്ര നീലാംഗതനാൽ അഞ്ജസവാനര സേനയോടും തഥാ ചാമര ശ്വേതാന പത്രപദാചന ചാമര സൈന്യബന്ധത്തലെ പോലെ രാമൻ തിരുവടി എന്നെ ചതുർക്കൺമണി ആമോദമോടു നടന്നു കബീവരൻ കക്വരധാരി ശീലാതലെ വായുന്ന വിഹ്വല മാനസം ചീരാതിതരവും ശ്യാമം ജട മകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവീരസന്തപം ധനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാതം മുതാ കണ്ടൂർമുതാൽ ഭീവരൻ തേരിൽ നിന്നശുതായത്തിറങ്ങിയിടിനാൻ വീരൻ അന്നശു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദത്തികെ വീണു പൂരിച്ചു ഭക്തിയ സമസ്കരിച്ചിടിനാൽ ശ്രീരാമദേവനും വാനര വീരനെ കാരുണ്യമോടു കാടം പുണർനീടിനാൻ സൗഖ്യമല്ലി ഭാവനെ നരുളി ചെയ്തു നൈക്യഭാവേന പീഡിച്ചെരുത്തിയിടിനാൻ ആദിത്യമുള്ള പൂജയും ചെയ്തുള്ള ആദിത്യപുത്രനും പ്രീതി പൂണ്ടാം തുലം സീതാന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപുത്രനുമായി ഉണർത്തിച്ച നേരം വന്നു നിൽക്കുന്ന കബീർ കുലത്തിന് തെങ്കലന്നു കറുപ്പക പാർത്താലളന്നോതരാൽ തൃക്കാലിൽ വേല ചീടുവാൻ തെക്കൊരു മർക്കട വീരനായത് തൊക്കവേ നാനാകുലാശില സംഭവമാരിവാൻ നാനാ സദ്വീപ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളൊക്കവേ മൂർവിപതേ കാമരൂപിണികൾ എത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാശ സംഭവ നിവാരിരയങ്ങൾ ദേവാരികളെ എടുക്കും അവരവിനി കേജിൽ ഗജ വരന്മാരുടേതിൽ കേജിൽ ദശരഥ ശക്തിയുണ്ടോരുണ്ട് കേതി ചെയ്തമിത പരാക്രമമുള്ളവർ കേജിക മൃഗേന്ദ്ര സരന്മാരിൽ അഞ്ഞാലും കേജി മഹേന്ദ്രനിൽ ഓരോരോ രൂപികൾ കേജിര കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘകാലമാത്മരഥാപരെ ശുദ്ധ സ്ഫടിക ശങ്കാശ ശരീരികൾ യുദ്ധവൈഗത്യം ഇവളോളം എല്ലാവർക്കും നീരങ്കൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യമില്ലാതോരുണ്ട് കവിബലം മൂലഫലദള പക്വശനമാരായി ശീലഗുണമുള്ള വാനരവന്മാരെ താവജ്ഞാനികളാരെന്നു നിർണയം ദേവദേവേശ്വര ഗുകുല പുങ്കവ ഋഷികുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിരനല്ലോ കൂടി വലുക വൃന്ദാധിപതി മഹാപ്രൗഢിമതി ഹനുമാനിവനനുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീവശ ശംഭവൻ നീലൻ ദജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലാതി പൂണ്ടവൻ മൈന്ദമിതാതനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാദി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമദൻ ശ്വേതൻ ബലിമുഖൻ ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരതനയനുമാങ്കതൻ ഇങ്ങനെ ചൊല്ലുന്ന വാനര വംശജാചകന്മാർ ചൊല്ലുവാനാദിവല്ലുണ്ടല്ലോ വേണുന്നതെന്തിവരൊരുൾ ചെയ്തു വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യം ഇതം കേട്ടു രാഘവൻ സുഗ്രീവനെ പീഡിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണ്ണ ശ്രുതാംബുജത്തോടും
അന്തർഗതം അരുൾ ചെയ്തിതു സാദരം മൽക്കാര്യ ഗൗരവം നിങ്കലോ നിർണയം ഉൾക്കൊമ്പിലോർത്തു കർത്തവ്യം കരുണനി ജാനകി മാർഗനാർത്ഥം നിയോഗിക്കനി വാനവ വീരൻ നിരന്ന നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരൻ അയച്ചിതു നാലുദിക്കെങ്കിലും 100,000 കവി വീരന്മാർ പോകണം. ആരോ ദിശി പടനായകന്മാരെയും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനെ ഉത്യന്തന്മാർ പലരും പോയിരിക്കണം. അങ്കദൻ ജാമ്പവൻ മൈതവൻ വിദതൻ തുങ്കൻ നളിനൻ ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്ന് വാദമൊയിനെ കണ്ടു വന്നിടണം. അത്ഭുത ഗാത്രിയെ നീളെ തീരിനു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പൽപത്രാക്ഷിയെ തന്നെയും കാണാതെ 30 നാൾ കയ്യിനിങ്ങു വരുന്നവർ പ്രാണാന്തികം ദണ്ഡമാശു ഭജിക്കണം. എങ്ങാണാശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തൊങ്കും മിത്തം നിയോഗിച്ചു കാലമേ പോലെയും വന്നയിച്ചിടിനാൽ രാഘവൻ തന്നെ തൊയ്യുതു തിരികെ ചെന്നു. ഭാഗവതോത്തമനൊളിടിനാൽ ഇത്തം കവികൾ പുറപ്പെട്ടു നേരത്ത് ഭക്തിയ തൊയ്യുതിടു വായുധനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരിച്ചാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതെന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. രാമനാമത്തിങ്ക മങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വിൽപ്പകം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കൽ പ്രമാണം നീ എണ്ണിയെ മാരുതമില്ലെന്നു നിർണയം. പിന്നെയടാവളുമാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതി നൽകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വായുന്ന ദക്ഷിണ ദിക്കു നോക്കിക്കപ്പിഞ്ച സഞ്ജയം ലക്ഷവും വൃത്രാദിപുത്രനെ തനിയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സ്വനോപതികളുമായി ദൂതം നാനാ നഗര ഗ്രാമപ്രദേശങ്ങൾ കാനന രാജപുരങ്ങളിലും തത്രൈവ തീരന്നിങ്ങനെ സത്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കെ വിന്ധ്യാചലാടികെ പുക്കു തീരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നുന്ന ക്രൂരനായുള്ളൊരു നിശാചര വീരനെ കണ്ടു വേഗത്തോടാതിരുചു ദശ കണ്ടനോർത്തു കപിവരന്മാരെല്ലാരും നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ. പങ്ക്തിമുഖനവൻ മാനസേ ചിന്തിച്ചു പിന്നെയും വേഗനെ പോയവർ സ്വയം പ്രഭാഗതി അന്ധകാരണ്യമാശു പൂകിയിടിനാൽ അന്തരദേഹവും വർദ്ധിച്ചടേറ്റവും ശുഷ്കാന്തരാക്ഷോണ പ്രദേശത്തോടും മർക്കട വീരനുവാരുണനുണ്ടൊരു ജിഹ്വയോഗം കാണക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലി തൃണഗണ ചന്നമായുന്നതു ലല്ല ഈ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപചകം സാധി പക്ഷികൾ ഉത്തദശേ പരനാഥകനുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരൊരു കണ്ടു കൽപ്പിച്ച നല്ല ജലം അതിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം അതിങ്ങലെറിങ്ങുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിൽ ഇറങ്ങുമ്പോൾ മുന്നിട്ടുള്ളവരെല്ലാം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാതിരിക്കുന്ന നേരത്ത് അന്യോന്യമൂർത്തെ കടുയും പിടിച്ചാൽ കുലൻ ഖിന്നതയോടും നടന്നു പോയി ചെന്നാലൊരു വിദൂരം തത്ര കണ്ടിതു 3 ആദിത്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റ മനാന്തകരം പരം വാപികളുണ്ടു മണിമയ വാരിയാൽ അപൂർണങ്ങളായ തീവ വിശദമായി പക്വഫലങ്ങളും നമ്രകളങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുതുല്യമായി പുഷ്കസാന്ധ്യ മധുദ്രോണ സംയുധ ഭക്ഷ സഹിതങ്ങളായുള്ള മത്സ്യങ്ങളുണ്ടു പലതരം തത്രൈവ വത്സുരാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗഹേഗോപകം തത്ര ഗഹേ മണി കഞ്ചന വിഷ്ടിരെ ചിത്രകൃതി പൂണ്ടു കണ്ടൊരൊരുത്തിയെ യോഗം ധരിച്ചു ദടവൽക്കൽക്കം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതനായി പാവക ജ്വലന സമാപശലി പാവകനായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേന സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൻ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൻ നിങ്ങളെല്ലാകരുകെന്നു പറയണം ഇങ്ങു വണങ്ങിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞു വേറെന്നതും ഇങ്ങനെ പുങ്ങുന്നതെന്നു പറയണം എന്നിവ കേട്ടൊരു വായുധനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊയ്യിക്കുന്നു പറയുകയായില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യയെ നത്തനമുണ്ടായൊരു ഭൂരിഭൂതലെ തത്രമായി വാണു ദശരഥനാം നൃപൻ പുരുഷനുമുണ്ടായി അവന്യതു 4 പേർ നാരായണ സമന്തിഷ്ടനുമർക്കുള്ളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജനായ സീതയ പത്നിയോടും വിപിനസ്ഥലെ മോദേന വായുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ളൊരു ദശനിധാതരൻ കട്ടുകൊണ്ടാശു പോയിടിനാൽ പത്നിയെ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരിഞ്ഞു നടക്കുമ്പോൾ ആത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യം ചെയ്തിതു തമ്മിൽ അന്യോന്യമായി
എന്നെ തന്നെ നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനും രാജ്യം നൽകിന ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാനു സീതയെ കണ്ടുവരികെന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതല്ലാവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിന് 1,00,000 കബീവരന്മാരുണ്ടു. ഞങ്ങളും ദാഹം പോറാനു ജലകാംക്ഷയാ വന്നു. മോഹൻ ഗഹ്വരം പൂക്കി തറയാതെ ദൈവവാസികളെവിടെ പോന്നു വന്നിക ദേവിയെ കാണായ ദൗഭാഗ്യമത്രയും ആരെന്നും ഞങ്ങളും എന്നറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്ക വേണമതും ശുഭേ യോഗിനി ദാനമതു കേട്ടവരോട് വേഗേനെ മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാർ. പക്വഫൂലം മൂലാജലങ്ങളൊക്കെവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തനായി ബുദ്ധി തെളിഞ്ഞു വരുവെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലി വരുത്തവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോടും പറഞ്ഞു തുടങ്ങിയാൽ വിശ്വമോഹന രൂപിണിയാകിയ വിശ്വസകർമ്മജ ഹേമ മനോഹരി നൃത്തഭേദം കൊണ്ടും സന്തുഷ്ടനാക്കിയ മൃദുശേഖരൻ തന്നെയതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യ സംവത്സരനായുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളികപുര തത്സഖീനാനിക നാംന സ്വയം ബ്രഹ്മ സന്തതം മോക്ഷാപേക്ഷിച്ചൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചതു ഹേമവും നിർമ്മല ഗാത്രി തന്നോടും ചൊല്ലിനാർ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗ വിഷ്ണു നാരായണൻ ഭൂപി ജാതനായിടും ദശരഥ പുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടോളും ഇത് ക്രൂരനായാം ദശാനന കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാരും നീ ഗുഹാമന്ദിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കു പ്രകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗി ഗമ്യം ധനാധനം. ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേനെ കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ പെരുവഴി കൂട്ടവർ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൽ സത്വരം പൂർവസ്ഥിതി താപടി പൂക്കിതു. ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസുതി യോഗിനിയും ഗുഹാഭാസം ഉപേക്ഷിച്ചു യോഗേശ്വര നിധി പൂക്കളാതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശ്വരനെ കണ്ടു കൃത പ്രദക്ഷിണം ഭക്ത്യസത്കഥം രോമാഞ്ചയ സംയുതം നത്വാ മുഹൂർത്തം വസ്തു നവകുവിധം ദാസിതാവാഹിതം രഘുപതേ രാജേന്ദ്ര വസുവദേവ പ്രഭോ രാമാധനദയാനിധേ കാൺമനാതായി വന്നവിടെ നാന് സാമ്യമില്ലാതെ ജഗൽപതി ശ്രീപതേ നാനേകായിരം സംവത്സരം തപ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനെ തദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അദ്യവനൂനം ഫലിതം രഘുപതേ ആദ്യനായുള്ളൊരു ഭവന്തം സമവസ്യാമി വേദ്യനായുള്ളൊരു മേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തതമല്ലക്ഷ്യമാതിഹീനം പരം മായയാപനിക ചാച്ചനായി വായുന്ന മായാമയനായ മാനുഷ വിഷ്ണകൻ അജ്ഞാനികളായെന്നറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവൻ കേവലം ഭാഗവതർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യരൗതിയായി കയാൽ ഭൂമിയിൽ വന്നവതീർണം നാഥനെ താമസിയായനായി എന്തറിഞ്ഞതും സച്ചിന്മയം തവ സത്തത്വം ജഗത്രയെ കശ്ചിൽ പുരുഷനറിയും സുഖിതൃതനായി രൂപം തവേദം സദാ ബാധു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപകം നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മമരണ ഭീതാനാമ ദർശനം സന്മാർഗ ദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാദി വിഭൂതികോൻ ഡത്രയും ദർപ്പിതരായുള്ള മനുഷ്യൻ രാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമന്മേ ജപിക്കയി വർണ്ണമേ നിത്യവും നിവൃത്തി ഗുണമാർഗമേ നിത്യായ നിഷ്കിഞ്ചനാർത്ഥനായ തേ നമഃ സ്വാഭാത്മീരാമായ നിർഗുണായ ത്രിഗുണാത്മകേ സീതാഭിരാമായ തേ നമ വേദാത്മകം കാമരൂപിണമീശാനമാദിത്യം ധ്യാദിർഗർജിതം സർവത്ര അന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കോർണറിഞ്ഞിടാവൂ മർത്യവിടംബനം ദേവത്തെ ശിക്ഷിതം ചിത്തെ നിരൂപിക്കലെന്തറിവാപതും സ്വന്മായയാ പിഹിതാത്മകൾ നാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമാത്മലാഭാവനാവസ്ഥാന്തരെ ദേവദേവൻ മനുജാതികളിൽ ജനിച്ചവരും മാധ്യമ കർമ്മങ്ങൾ ചെയ്തുവതും നിന്മഹാമായ വിഡംബനം നിർണയം കൽമശഹീന കരുണാനിധേ വിഭോ മേദിതൻ തന്നെ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവൻ ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും സ്വൽക്കഥ പീയൂഷപാന സിദ്ധിക്കുന്നു ചെന്നിടുന്ന ചിലർ മറ്റും ചിലരിക ചെന്നതിക്കുന്ന ഭൂവി കോതലർ ഭൂപതി തന്നെ കോരത പോപല സിദ്ധയെ നിർണയിക്കുമെന്നു ചിലർ പറയുന്നത് കൗസല്യയാൽ പ്രാർത്ഥന മാനനായിട്ട മൈഥില്യ വിഭാഗ്യ സിദ്ധിക്കുന്നതും ചിലർ
സൃഷ്ടാവ് തദ്ഭക്ഷിയേക്കെന്നാൽ വന്നിക ദുഷ്ടനീശാചാര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നതു നിർണയം. പൃഥ്വിയിലെന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തെന്നു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശ്രോതുക്കളെ നിരാഗ്രഹിച്ചപ്പോടു ദേവകളെ പൊരി പരിപ്പിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്ന ദിവ്യമനു മുനിമ ജനമൊന്നും തിരിച്ചറിയാവതുമില്ലമേ. യാതൊരു തൻപൽക്കഥകൾ ചൊല്ലുന്നതും മാധവരവോടു കേൾക്കുന്നതും നിത്യമായി നുനമ്പഭരണത്തെ കാണുന്നിടുവാനായി കാണാമവനു നിൻ പാദപരോഗേരുഹം ത്വന്മായ മഹാഗുണബുദ്ധനാകയാൽ ചിന്മയനായ ഭവസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവനെന്നും അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതും മഹാശ്യാമളം കോമളം ബാണധനുർധരം രാമം സോദര സേവിതം രാഘവം സുഗ്രീവം മുഖ്യ കപീസുഖ സേവിതം അഗ്രിഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി തവമ്പയും വീണു മംഗളാവാച നമസ്കരിച്ചിരുന്നാൽ മുക്തിപ്രദനായ രാമന് പ്രസന്നനായി ഭക്തനാം യോഗീജരോട് അരുൾ ചെയ്തിനാൽ സന്തുഷ്ടനായ രേഖം തവ ഭക്തി കൊണ്ടെന്നു മാനസേ കാക്ഷിതം ചൊല്ലുനി എന്നതു കേട്ടവളും പറഞ്ഞിടിനാൽ ഇന്നു വന്നുമേ മമ കാക്ഷിതമൊക്കെവേ എത്ര കൂതാപി വസിക്കലും ത്വൽപാദ ഭക്തി കിളക്കവും ഉണ്ടായിരിക്കണം. ത്വൽപാദ ഭക്തി പ്രതീക്ഷു സംഘം പുനർഭൂമിയിലെ എപ്പോഴും ഉണ്ടാകണം വേണം. പ്രാകൃതന്മാരായ ജനങ്ങളിൽ സംഗമം ഏകത സംഭവിച്ചിടായ മാനസേ രാമരാമേതി ജയിവിക്കായി വരേണമേ. രാമപദേ രമിക്കണമെൻ മാനസം സീതാം സുമിത്രാത്മജാനാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാനന്ദനം ചാരുമകൂട കടകടി സൂത്രഹാരമണിമളകയ കുണ്ടല നൂപുര ഹേമാഗാധ വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റേ നിനക്കേതുമേ വേണ്ട വരം ദവിദ്ഭോ പറ്റായിക ദുസ്സംഗമുള്ള ഒരിക്കലും. ശ്രീരാമദേവൻ അതു കേട്ടവളോടു ചാരുമര മന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗ്യദേവി നീ പോകുക ബാധാര്യാശ്രമസ്ഥലെ തത്രൈവ നിത്യമെന്നു ധ്യാനവും ചെയ്ത് മുക്ത കളേബരം പഞ്ചഭൂതാത്മകം ചേരുമകൾ പത്മാവിനി കേവലെ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘൂതമ വാക്യമൃതം മുത ഗത്വാ തദൈവ ബദര്യാശ്രമത്തിങ്കൽ രാമദേവനെ ധ്യാനിച്ചനുടൻ നാരായണം പ്രാതം ഭവിച്ചതവ്യയം. അങ്കാദികളുടെ സംശയം. മർക്കട സഞ്ജയൻ ദേവിയെ ഒരാരാനു വൃക്ഷപണ്ടേശു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിയുന്നതിന് ശേഷം ധരാപുത്രിയെ തെങ്ങുമേ കണ്ടുകിട്ടാകിലും ചിന്തിച്ചു ഖേദിച്ചു ധാരാസുരഞ്ച ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാല പാതാളം ഉൾപോകുന്നു നടന്നു നാമേതു മറിഞ്ഞീലവാസരം പോയതും മാസമതീതമായി വന്നിതും നിർണയം പ്രസൂതയെ കണ്ടറിഞ്ഞതുമില്ല ഞാൻ രാജനിയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്ക് നാം ചെല്ലുണമെന്നുമേ നിഗ്രഹിച്ചതുമേനില്ല സംശയം. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാം എന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കനായുമെന്നന്തരം എന്നിവരും ഒരു സമ്മതം എന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിക്കാതെ ചെയ്താൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടും സമാനനാകും നിജ ഭ്രാതാവ് തന്നുടെ ഭാര്യയെ നിസ്തൃപം പ്രാപിച്ചു വായുന്ന വാനര പുങ്കവൻ പാപിതുരാത്മാവിനെന്തുത്തരം തൽപാദത്തെ ശ്രമിക്കയില്ലെന്നതു ഞാൻ ഇപ്പോൾ എവിടെ മരിക്കുകയുള്ളൂ. വല്ലപ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളവ ചൊല്ലിക്കരയുന്നു നേരം കപികളും തുല്യ ദുഃഖേന ബാഷ്പവും തുടച്ചുപോട ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതരുതാരുജാതിയും ഇങ്ങനെ രക്ഷിപ്പതുണ്ടു ഞങ്ങളറികനി ഇന്നു നാം പോയിന് ഗുഹായികം പുക്കു നന്നായി സുഖിച്ചു വസിക്കയ ഭയം ചിരം സർവസൗഭാഗ്യ സമന്വിതയായൊരു ദിവ്യപുരുതമ ദേവലോക പോവം ആരാലും ഇങ്ങനാലും ഭയം സഖേ താരയെ പോകനാം വൈകരുതേതുമേ. അങ്കദൻ തന്നോട് വണ്ണം കപികുല പുങ്കവനാം പറയുന്നതു കേൾക്കയാൽ ഇംഗജൻ കോപിതൻ വാദജൻ അങ്കദനെ കയുകി പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലതേ ദണ്ഡങ്ങൾ കാര്യങ്ങൾ നിനക്കായി വന്നാരുമേ. ശ്രീരാമനേറ്റം പ്രിയം ഭവാനെന്നുടെ താരാസുതൻ എന്നാൽ താൻ മനസ്സേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല നാനു ഇന്നോരുമേ. സൗമിത്രകളാതിപ്രിയൻ നീ തവ സാമർത്ഥ്യം തിരുവള്ളതലുണ്ടോ പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വധ ഹേമത്തിനുമുണ്ടായി നിറക്കേടപ്പോടു ആതകയാൽ ഭീതി ഭവാനൊരുളാളുമേ രാഘവൻ പക്കൽ തിന്നുണ്ടായി വരാസകെ ശങ്കാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതത്വമൻ വൈരമില്ലാവരുമേ. വ്യാകുലമുള്ളിലൊരു കരുതേതുമേ നാഗാധിപാത്മജനന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനാൻ അഗ്നികൾ വാക്കു കേട്ടതും ഭ്രമിക്കല ഹനിവരായി നാനായി ഗുഹയിൽ വന്നിരിക്കുന്നു വാനല സൗഖം പറഞ്ഞു
രാഘവവസ്ത്രാതരഭേദ്യമായുള്ളൂ മേ ലോകത്രയത്തിങ്കൽ എന്നറികനി അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയമൊരുതേരുമേ ആപത്ത് വന്നെത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചും വിശ്വാസത്തെയും ദത്തത്തോടും വിപരീത ഭാവവും ദൈവദ്വിജകുല ധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈരവും വർദ്ധിച്ചു വംശസനാഥത്തിനു കർത്തതത്വം ധനിക്കായി വന്നു കൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തം അമ്പോട് ചൊല്ലുവാൻ കേൾക്കനി ശ്രീരാമദേവ മനുഷ്യർ കണ്ടടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായ ഭഗവതി സകൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹി കാരണി സീതയാകുന്ന ലക്ഷ്മണനും ജഗധാരഭൂതനായ പണീശ്വരൻ ശേഷൻ ജഗൻ സ്വരൂപൻ ഭുവി മാനുഷവേഷം വന്നു പിറന്ന അയോധ്യയിൽ രക്ഷോഗണത്തനെ ഒടുക്കി ജഗത്രയം രക്ഷ വരുത്തുവാൻ പണ്ടു വീരിഞ്ചനൻ പാർത്ഥനാകയാൽ പാർത്ഥിവ പുത്രനായി മാർക്കണ്ഡ ഗോത്രത്തിലാത്ത പരഗ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ഭയാചരൻ മർത്യവനായി വണങ്ങി തരിച്ചിടുന്നാൽ ഭൃത്യവംശം നാം പരിചരിച്ചിടുന്നാൽ ഭർത്തയോഗേന വാനരപസന പൃഥ്വി വന്നു പരിഹരിക്കുന്നതും പണ്ടു നാണമേറ്റം തപസ് ചെയ്തിരിക്കുന്നതിനും വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷതമാരുടെ പന്തം തന്നെ ഇപ്പോഴും പരിചരിച്ചെന്നിടം വൈകുണ്ഠം ഗമിച്ചു വാണിടുവാൻ വൈകുണ്ഠത്തെ തരുമില്ലെന്നറിഞ്ഞുടനീ അങ്കദനോടി വണ്ണം പവനാത്മജൻ മംഗള വാക്കുകൾ ചൊല്ലി പദർശം ആശ്വസിപ്പിക്കുവാൻ വിന്ധ്യാചലം പുകു കാശ്യപി പുത്രനെ നോക്കി നോക്കി ഭൂതം ദ്രുതം ദക്ഷിണ ഭാരിത തീരം മനോഹരം പുക്കു മഹേന്ദ്രനരേന്ദ്രം മുതമേറ്റമഗാധം ഭയങ്കരം ദുഷ്പാരിവാലോക്യ സകല സഞ്ജയം പിത്രാദിപുത്രനാജാതികളൊക്കെയും തത്രസ്ഥയാദ്യതകുലം പൂണ്ടിരിക്കുന്ന ചിന്തിച്ചു മന്ത്രിച്ചനുന്യനം എന്തിനു ചെയ്വതു തന്തതമൂർക്കയും കഘുരം പൂർക്കു പരിഭ്രമ ചെയ്തയും വിഹുലനാമായി കയ്യിന്നിതു മാസവും കണ്ടാരിമാർക്കെതിരെ കണ്ടീലനാം ദശകണ്ഠനെയും കണ്ടീല ഗ്രഹിച്ചന സുഗ്രീവൻ തീക്ഷ്ണ ദണ്ഡനെത്രതുലാം നിർഗഹിച്ചിരുമെന്നു നിർണയം കൃതനായുള്ള സുഗ്രീവനെ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്ക് നല്ലു നമുക്ക് പാർത്തോളം എന്നിട്ട് നിരൂപിച്ചതു കവികുലം ദർഭ വീരിച്ചതു കിടക്കുന്നവരെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെ തോർത്തവൻ സമ്പാദിവാക്യം. അപ്പോൾ മഹീന്ദ്രനാചലേന്ദ്ര ഗുഹത്രതാൽ ഘൃതം പുറത്തു പുറപ്പെടുപ്പിപ്പതു വൃതനായുള്ള ഒരു ഘൃതപ്രവരനും പൃഥ്വീധര പ്രവരോത്തമൻ കുഗ്രൂപവൻ ദൃഷ്ടോപാധിക്ക് കിടക്കും കവികളെ തുഷ്ടപറിഞ്ഞതും ഘൃതകലാഭിവൻ പക്ഷമില്ലാതൊരു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലൻ മുമ്പിൽ പ്രാണഹാനാവിനകളെ സംപ്രീതി പൂണ്ടു ഭക്ഷിക്കരാമെന്ന് ദിനം ഘൃതവാക്യം കേട്ടു മർക്കടരോഗനും പ്രതിസിദ്ധനായും ആശു ചൊല്ലിയിടിനാൽ അദ്രിത തുല്യനായുള്ള ഒരു ഘൃതാധിപൻ സത്വരം കൊത്തു വൈകിങ്ങും എല്ലാവരും നിഷ്ഫലം നാം ആയിരിക്കുമാറേതു കൽപ്പികമാർക്കും തടുക്കുന്നതേതുമേ നാം ഒരു കാര്യവും കൃത്യമായി ഇതില്ല രാമകാര്യത്തെയും സാധിച്ചതിങ്ങനെ നാം സ്വാമി ഹിതവും വന്നതില്ലയോ വ്യർത്ഥവതിനാൽ മരിക്കുന്ന ബന്ധവും എത്രയും പാപികൾക്ക് എന്നതയെ വരും നിർമ്മലമായ ധർമ്മജാടായുധൻ നന്മയോ തളം പറഞ്ഞവതല്ലയോ വർണ്ണപതിനു പണിയുണ്ടവനുടെ പുണ്യമൂർത്താൽ മറ്റാർക്കുമില്ല കിട്ടുമേ ശ്രീരാമകാര്യമതാശു മരിച്ചവൻ തേരുമാചാരിതു രാമപദാംബുജ പക്ഷി എന്നാകേലും രോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനവൻ ഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാന്തരം കലർന്നു ചോദിച്ചിട്ടു കർണപീയൂഷമാനാകം വാക്കുകൾ ചൊന്നതന്നു ജടായുവതിങ്ങനെ നിങ്ങൾ എന്താവതു പറയുന്നതന്യോനം ഇങ്ങു വരുവിൻ ഭയപ്പോടേതുമേ വിളംബർക്കനു പൗത്രപാടതു കേതു സമ്പാദിതനുടെ മുമ്പിലേറെ മാറു ചെയ്തു അംബുജലോചനായി തന്ന പാദ പങ്കജം സംഭാവ്യം സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാർ സൂര്യകാല ജയ ശരദൻ ആശയപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രയും രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനോടും ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിയതു കാനനം തേതാപുര കട്ടുകൊണ്ടിടിനാർ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേശനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുത്തിയിട്ടു കേട്ടു തൽക്ഷണം ചെന്നു തുത്തു യുദ്ധം നാനാ നക്ഷത്ര രാജരണത്തോടും ജടായുവും പക്ഷിപ്രവരനാൽ ബലനൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറിയുന്നു നേരത്ത് പക്ഷീന്ദ്രനും പതിച്ചാലിതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞു നിന്നുടെ മൃത്യു വരകയെ എന്ന് ഗ്രഹിച്ചെന്നാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കൊണ്ട് വൃത്താന്തം അറിയിച്ചു രാജസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കകാലുഭവനാകിയ രാമനും അർക്കടഗ്നി സാക്ഷികാമകം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനെ കൊണ്ട് രാജ്യം നൽകിനാൽ വാനാതിരീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരനാശു കൊണ്ടിടുവാൻ ദിക്കുകളും നാലിലും പോയി വന്നയിച്ചു ലക്ഷം കവിപേരന്മാരെ ദിശി
ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെ കണ്ടതിലും എങ്ങുമേ 30 നാളത്ത് ചെന്നിടയികൾ അപ്പോളെ വധിക്കും കവിവരൻ പദം ഉൾപ്പെടെ വസനം പോയതു മേൽനില ഞങ്ങൾ എതിർക്കൊണ്ടു ഭാഗത്ത് കിടന്നു മരപ്പിതനാൽ ഭവനെയും കണ്ടു കിട്ടിൽ ഭവൻ എന്നാരുമുണ്ടെന്നറിഞ്ഞു നീയെങ്കിലോ സീതാഭിശേഷം പറഞ്ഞു തരണമേ ഞങ്ങൾക്ക് പരമാർത്ഥ വൃത്താന്തങ്ങൾ എങ്ങനെ കൊള്ളുന്നു നീ അറിഞ്ഞിടലയോ താരയ വാക്കുകൾ കേട്ടു സമ്പാദിയും അരുടമോദത്തോട് ചൊല്ലിയിടിനാൽ ഇഷ്ടം പ്രാതാവാനിക്ക് ജടായുനാൽ ഒട്ടൊന്നു നാളുപാട് ഒരു പേരിനതും ഇന്ന നേരെ കായാപരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനാൽ എന്നുടെ സോദരനാതുതക്രിയ കെന്നെടുത്ത് ജലാന്തിക്ക് കൊണ്ടുപോയി നിങ്ങൾ ചെയ്യപ്പത് തുതക്ക കർമാദികൾ നിങ്ങൾക്ക് വാത്സഹായം ചെയ്യുവതാശുനാൻ അപ്പോൾ അവനെ അടുത്തു കവികളും മുഗ്ധി തീരത്തു വെച്ചിരുതാതരാൽ തത്സലേജലിയും നൽകി വത്സനാം പ്രാതാവിനായി കൊണ്ടു സഹോദരം സ്വസ്ഥനാമായ ദേശത്തിരുന്നിട പിന്നെയും ഉത്തമനായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുഗ്നമായി തീരുതിര ചുലനോജനാപരി ലങ്കാപുരിയടു മധ്യ സമുദ്രമായി തത്ര മഹോശൗകനാനനെ ജാനകി നൃത്തഞ്ജരൻ മധ്യ വസിക്കുന്നു ദൂരമൊക്കെയും 100 യോജനകളുണ്ടതു നേരെ നമുക്ക് കാണാം ഗൃഹസ്ഥനാൽ സാമർഥ്യമാക്കതു ലംഘിപ്പവതിനിലെ ദുർമിതനുജനെ കൊണ്ടുവരും ധ്രുവം സോദരനെ കൊണ്ട് ദുഷ്ടനെ കൊണ്ടതും ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ യജ്ഞേന നിങ്ങൾ കടക്കണമെന്ന ശുഭ രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിച്ചു ഗണാവിനു വഴിയെന്നും നിർണയം രത്നാകരം ശതരോചന വിത്സരം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞു തുടങ്ങട്ടെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കാമെന്ന് വർണ്ണിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൽ സമ്പാദി തന്നുടെ പൂർവ്വചാതങ്ങൾ അപ്പോഴും വാനരന്മാരോട് ചൊല്ലിനാൽ ഞാനും ജടായുവും പ്രതാപവുമായി പുരാ മാനേന ദർപ്പിത മാനസനുമാരി വേഗബാലങ്ങൾ പ്രതീക്ഷിപ്പതിനു വേഗം പറഞ്ഞതു മേൽപോട്ട് ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പത്തി ചാർത്തുവാനായി വന്നു ദിനകര രശ്മിയാൽ തക്ഷണത്തെയും പീഡിച്ചനുതനെ പക്ഷപൂടങ്ങളും അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനൂടെ പിന്നിലാക്കിയിടിനാൻ പക്ഷം തിരഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടെ വീണനാജനം പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചാലേന്ദ്ര ദിശരഥി വീണിടങ്ങനെ നന്ദന 3 ദിനം കടന്നിടിനാൽ പ്രാണചേതത്തെയുള്ളൊരു നേരത്ത് കാണാതീനു ചിറകും കരിനങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദിശങ്ങൾ അറിഞ്ഞു വിഭ്രാന്ത മാനസതയെങ്ങനെ ചെന്ന് നിശാതരദാസബന്ധനുടെ പുണ്യാശ്രമത്തിനു പുണ്യഭാഗോദ്യതയെ കണ്ടു മഹാമുനി ചൊല്ലിയിടിനാൽ പുണ്ടു കണ്ടുകൊള്ളന്നറിവീഴുമായി എന്തു സമ്പാദ്യ വിരൂപനായി വന്നിതുനെന്തും അപൂരപ്പെട്ടതും എത്രയും ശക്തനായുള്ളൊരു നിനക്കിനി ഗദ്ധവായും എന്തു പക്ഷം പറകനി എന്നതു കേട്ടു ഞാനിങ്ങനെ വൃത്താന്തമെന്നോ ഈ ആദ്യ മുനിയോട് ചൊല്ലിന പിന്നെയും കൈകൂപ്പി ചോദിച്ചു സന്നമായി വന്നു സിറകും ദയാനിധെ ജീവൻ എന്ന് ധരിക്കതു ഭൂഭാഗമേ എന്നെ വന്നോട് ചൊല്ലിടാനേ തരണം എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുൾ ചെയ്തു സത്യമായുള്ളൊരു ചൊല്ലുന്നതു ഞാൻ കൃത്യം നിനക്കെന്ന് വേണം കുരുശ്വനി ദുഃഖമറികനി ദേഹാഹമുല്ലം ഒരു കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ള ഒരു അഹംബുദ്ധി കൈക്കൊണ്ട് മോഹാതാകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ള ഒരു വിദ്യാഭ്യാസം ഉദ്ഭവ വസ്തുവായുള്ള ഒരു അഹങ്കാരത്തേനെയും വിചാരത്തോടെ സംയുത വാർത്തയ്യ തത്പരമായുള്ള പിണ്ടബല സദാ തേനെ ദേഹത്തിനു താതാത്യോഗേന താനൊരു ചേതനവനായി ഭവിക്കുന്നു ദേഹോതമായുള്ള ഒരു ബുദ്ധിയുണ്ടായി വരും അഹന്തനൂനമാവിനുമായ ദേഹോത്തമദ്യൈവ കർമ്മകർത്താരുടെ അഹന്തൽക്കൽപ്പ സർവജനാത്മന കർമ്മങ്ങളെ ചെയ്തു ഫലങ്ങൾ ബുദ്ധം ബദ്ധനായി സമൂഹം മറന്നു ജന മരണമായി സംസാര സൗഖ്യാദികൾ ബാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ട ശുഖമെന്നു പോട്ടും ഭൂമിച്ചരി താൽപര്യവനായി സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തതിന് വളരെ ഞാൻ വൃത്താന്തരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം അമിച്ചെന്ന് ചൽപ്പിച്ചേക്കപ്പേ മൃത്യു ഭവിച്ചു സുഖിച്ചു വായും വിധോ ഉത്തമംഗം കൊള്ളുകയും അതുപതി പുണ്യമോടും കരുണുകൾ മണ്ഡനെ ചെന്നു പതിച്ചു നീരാഹ സമേതനായി ഭൂമോ പതിച്ചു ശൂലാധികരണനായി ഭവിച്ചു മാതൊരു മുൾക്കി വായും ചിരതരം പിന്നെ പുരുഷൻ ഭജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധ ഭവിക്കയും ബലാൽ എന്നതിലൊങ്ങൊരു ശീതളമായി ചമഞ്ഞിതൊരു ചെന്നു സീമന്തി യോഗേനായി വരും യോഗനിരത്തിക്ക് സംയുക്തവാൻ വന്നു താനെ നേരായോ പരിവേഷ്ടം മുഴുവനും ഏകദീനേന കലർന്നു കലനനെ മേഘി ഭവിച്ചതും പിന്നെ ബല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബാധകാരവും പഞ്ചദിനം കൊണ്ടു പിന്നെയും യഥാക്രമം മാംസപേശിത്വവും ഭവിക്കയില്ല മാംസാർദ്ധ കാലിനെയും പിന്നെയും മെല്ലവേ പേശിരുദ്ധിത പ്ലവതമായിരുന്നു ആശുതാസ്യാങ്കരുള്ളോൽപ്പത്തിയും വരും പിന്നെയൊരു 5 രാത്രിയിൽ പിന്നെയൊരു 3 മാസേന സന്ധിക
ളങ്കങ്ങളായി തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീയ ജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും കുക്യവും സന്ധിയും നാസികാകർണങ്ങൾ നേത്രവും പഞ്ചമാസം കൊണ്ടു അഷ്ടമാസേ പുനഃ കിഞ്ചമ്പൂലപ്പയാതിഥിഹീനം കർണയോ സിദ്ധം ഭവിക്കയമെന്നുസ്ഫുടം പിന്നെ മേടോഗ്രവസ്ഥാന വിവായുക്കളും സപ്തമേ മാസി ഭവിക്കയും പുനരുടൻ സ്ഫുപ്തമായുള്ളൊരു കേശരോമങ്ങളും അഷ്ടമേ മാസി ഭവിക്കയും പുനരഭിപുഷ്ടമായതിടം ജഡരസ്ഥലത്തെയും 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ ചൈതന്യവാനായി വരും വഞ്ചസ ജീവ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രോൽപതന്ത്രേണ മാതാവിനാൽ സംക്ഷിപ്തമായുള്ള പുന്നാസരത്തിനാൽ വർദ്ധന ഗർഭമായ പിണ്ഡം മുഹൂർത്തം മൃത്യു വരാതിനാൽ കർമ്മബന്ധത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരവനപ്രധാനത്തനായി താൽക്കാരണികൾ പറഞ്ഞു തുടങ്ങിനാർ. 10,100,000 യോനികൾ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രാതിരാർത്ഥരായി സംബന്ധമാരായി 100,000 കോടി കഴിഞ്ഞിതു നിത്യ കുടുംബ നൈസുക്തനായി വിത്യമെത്തനായി അർജുനകം വിഷ്ണു സ്മരണവും ചെയ്തുണ്ടാലീനാൻ കൃഷ്ണേതി ജപിച്ചതിലൊരിക്കലും സഫലമെന്നും അനുഭവിച്ചിടുമേ. ഇപ്പോൾ ഇടുങ്ങിനെ ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നും എന്നെ ബാഹ്യസ്ഥല എൽപ്പോടും ഇത് പുറപ്പെട്ടു കൊള്ളാവോ ദുഷ്കരമെന്നോർക്കുമില്ല ചെല്ലുന്നു ഞാൻ തർക്കജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെയൊരു മറ്റൊരു പൂജിക്കയില്ല ഞാനുമെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത്സ്തുതി തുടങ്ങിയിടിനാൽ 10 മാസം തികയും വിധോ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സ്തുതിവാദത്താൽ ബലിതരാൽ ജീവനും താതനം യോഗേന്ദ്രനെ പീഡാൻവിധം പാല്യമാനൂപി മാതാപിതാക്കന്മാരെ ബാലാദി ദുഃഖങ്ങളെന്തു പോയവരും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും അർത്ഥമേറും പോരാതെ നില്ലാവേണം ഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹരണമെന്നുള്ള ഭാവനയും മഹാമോഹേന ദൗർഗ്യ ദുഃഖങ്ങൾ എന്നാകുന്നു. ഗർഭവസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശനം ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാദി ദേഹദ്വയാൽ പലതരം മായയേളപ്പര കേവലൻ ദേഹാദികളാൽ അമത്വം ഉപേക്ഷിച്ചു മോഹമകന്നാൻ ജ്ഞാനിയായി വീഴുക നീ. ശുദ്ധം സദാ സന്തതമന്വയം ബുദ്ധം ബ്രഹ്മാനന്ദദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാമീശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവി നിർമുക്തം എന്നറിയുന്നേരം മായാവിമോഹമകലുമെന്നവരും പ്രാഭക്ത കർമ്മവേഗാനുരൂപം ഭുവി പരമാർത്ഥമാകവാക നീ സഖേ. മറ്റൊരു ഉപദേശവും പറയാൻ തവ ചെറ്റ ദുഃഖം മനക്കൊമ്പിലുണ്ടാകലോ നേത്രയുഗന്നു നാരായണൻ ഭുവി ജാതനായി തീരും ദശരഥപുത്രനായി നക്തഞ്ചരീന്ദ്രനായി നിഗ്രഹിച്ചിടുവാൻ ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരുണ്യത്തിൽ വീയും വിധൗബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോടുദ്വക സീതയെ പണ്ഡിതനായ രാമസുമാത്രികൾ പേട്ടുപട്ടിട്ടുണ്ട നേരത്ത് വന്നതാണ് തന്നാത്മത്തിനായി കൊണ്ടുപോകും മായയാ ലങ്കയിൽ കൊണ്ടു ചെന്നിടും ദശാന്തരെ പങ്കജലോചനായി തീർന്നിടുവാൻ മർക്കടാജാനിയായി ഉൾപ്പടി കുലം ദക്ഷിണ ഭാരതി തീരദേശേ വരും തൽത്രതമാകമം നിന്നോട് വാനരന്മാർക്കെതുമൊത്തൊരു നിമിത്ത നിശ്ചയം എന്നാൽ ഒരുവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വനി വായുന്ന ദേശം ദശാവശാൽ അപ്പോൾ നിനക്കതു പക്ഷങ്ങൾ ങ്ങളാൽ അത്ഭുതം വെച്ചിരുന്നില്ല സംശയം എന്നെ പുറത്തു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാചന മഹാമുനി വന്നതു കാൺമകിൽ ചെറുക്കുകൾ കുത്താനായി യത്നെ വിചിത്രമായി നന്നത്രയും ഉത്തമതാപസല്ലന്മാരുടെ വാക്യവും സത്യമല്ലാകെ വരികയിലുമില്ലടോ. ശ്രീരാമദേവകഥാമൃത മഹാത്മ്യമാരാലയമോർമ്മലെന്നാപലതും രാമനാമാമൃതം തിന്നു സമാനമായി മാമകെ മാനസേ മറ്റു തന്നിരുവോ നല്ലതും മാനമേൽ വരാൽകയെന്നുമേ നിങ്ങൾക്കെല്ലാവർക്കും കല്യാണ ഗാത്രിയായി കണ്ടു കേട്ടാണ് നന്നായി മത്ര പ്രയത്നം ചെയ്തു കേൾക്കവ നിന്നു തന്നെ കടയ്ക്കായി വരും നിർണയം ശ്രീരാമനാമസ്തുതി കൊണ്ട് സംസാര വാരിധിയെ കണ്ടയ്ക്കുന്നത് ദേവരും രാമഭാര്യാകുലനാഥനായി പോകുന്ന രാമഭക്തന്മാരായി നിങ്ങൾ ഒരിക്കലും സാഗരത്തെ കടന്നിടുവതുമെല്ലാം ആകുലമുണ്ടാകില്ല ജാതിയും എന്നു പറഞ്ഞിതുണ്ട് നാനായ സമ്പാദി വിഹായസ സമുദ്ര ലംഘന ചിന്ത. പിന്നെ കവിവീരന്മാർ കൗതുകത്തോടെ അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രമഹാനക്രചരണ ഭയങ്കര മഗ്രസമുദ്രലോക്യ കവികുലം എങ്ങനെ നാം അതിങ്ങനെ കടക്കുവാൻ എങ്ങനെ മറുകര കാണുവാനുമില്ലല്ലോ. ആവതെല്ലാതരും ചിന്തിച്ചു ചാവതിനെന്ത് അവകാശം കവികളെ ശക്രതനയതനുമാനമംഗതൻ മർക്കടന്മാരോട് ചൊല്ലിനാൽ എത്രയും വേഗം ബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമം പരാക്രമമുണ്ടല്ലോ നിങ്ങളെല്ലാവരും എല്ലാവരിലും വന്നിച്ചെങ്ങനെ അവരോട്
പ്രാണനെ രക്ഷിച്ചു കൊള്ളണം ദാരുണം. സുഗ്രീവനും സുമിത്രകളും ബഹുവ്യഗ്രഹം കളഞ്ഞു രക്ഷിക്കണമെന്നല്ല. അംഗദ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കി എല്ലാവരും ഒന്നും പറഞ്ഞില്ല. ഋതുവൻ അംഗദ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൽ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം. പ്രത്യേകിച്ചും അച്യുതദോഗപൂർവകം ചാടാമണിക്കൊരു ദശയോജന വഴി ചാടാമരൂപനതിങ്ങനെയോ കവി. 30 ചാടാമണിക്കിങ്ങനെ പരം 30 40 എന്നവ 50 മിഥുനും 50 എന്നും 50 ചാടാമേനിക്കെന്നൊരു പേരും 90 ചാടുവാൻ ദണ്ഡമില്ലെങ്കിലും അണ്ണവ 300 യോജനയുണ്ടല്ലോ. ഇക്കണ്ടം നമ്മൾ എല്ലാവരും കടക്കുവാൻ കടൽ മാർക്കട വീരനെ നിർണയ. 3 ത്രിവിക്രമൻ 3 ലോകങ്ങളും ചെന്നവനായി 3 അറിയോകളം വിധോ യൗവനകാലെ പെരുമ്പറ കാട്ടിയും 3 വിട്ടയും വലത്തു വിളിച്ചിടാൻ വാഗകേകസ്ഥാനിതാധികം ദാനവലബ്ധ കിടപ്പിനാലും വേഗം ഞാനിത് രൂപവനാവന്നുപെട്ടു വട്ടം പ്രദക്ഷിണ ദാനപേരയ്ക്ക് ചെയ്തേൻ ദശമാത്രയെ കാലസ്വരൂപനായ ഈശ്വരൻ തന്നുടെ ലീലകർമ്മത്തോളം അത്ഭുതം എത്രയും ഇതമതാത്മജൻ വന്നത് കേട്ടതു. അന്തരം പൃത്രാതിപൗത്രനും ചൊല്ലിനാൻ, അങ്ങോട്ട് ചാടാമെന്ന് എനിക്ക് നിർണയം. അങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകിലും സാമർഥ്യമില്ല മറ്റാർക്കും എന്നിലെ സാമർഥ്യമുണ്ട് ഭവാനതെങ്കിലും ഭൃത്യജനങ്ങൾക്കായുണ്ടോ ഇത് ഭൃത്യരിലും എത്രയും വരം ആർക്കുമില്ല സാമർഥ്യമാണ് ശന ദീക്ഷിച്ചു തന്നെ മരിക്കുമലം തന്നെയ നേരം പറഞ്ഞോരനന്തരം സാരസംഭവം ചൊല്ലിയിടിനാൻ. എന്തു ജഗൽ പ്രാണാനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചു ഏതും പറയാതെ കുണ്ടകനാഥനെ എന്ന് വലകയോ കണ്ടില്ല എന്നെയോ ഇന്നു മറ്റൊരുമേ ദക്ഷാണി ഗർഭപാത്ര സനാതനെ സാക്ഷാൽ മഹാത്ര ബീജന ലോഭവാൻ പിന്നെയും പത്മജനായകനും ഉണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗം ഓർക്കില്ല. കേസരി തന്നുടെ താപം കളഞ്ഞൊരു കേസരിയാക്കിയ വാനരനാഥന പുത്രനായ യോജന പറ്റി പരത്തൊരു സത്വഗുണപ്രധാനൻ പവൻ കേവലം അഞ്ജനാസാഗർ പുച്ചതനായി വന്നു ചതനായി വീരം ഭവാൻ 500 യോജന മേൽപോട്ട് ചാടിയതന്നു ഞങ്ങൾ അറിയിക്കും. മനസ്സെ ചിന്ത കടന്നത്തെ ചോദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം വന്നു തുടങ്ങിയ നീ പക്വതം എന്നോർത്ത് ഭക്ഷിപ്പാനെത്തിയ ശത്രുഘ്നനുടെ വജ്രബലി പതിച്ചതും ദുഃഖിച്ചു മരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിയത് പാതാളം. ഇപ്പോൾ ത്രിമൂർത്തികൾ 30 കോടി വാനവർ നമ്മോടും ഉൾപ്പതി സംഭവത്തോടും എനിക്ക് പ്രത്യക്ഷമായി വന്നവരുടെ ചിരുവ മൃത്യു വരെ ലോകത്തനാശു വരുമ്പോഴും കൽപ്പന കാലത്തും മൃതി എന്നു കൽപ്പിച്ചതെങ്ങനെ കറിയും വരാൻ നിർണയം ആത്മമാസാരത്ത് മൂർത്തികൾ ചൊല്ലിനാൾ. ഹനുമാനീപനെ സാദരം വജ്രം ഹനുവങ്കലേറ്റു മുറികയോ ലക്ഷചരിതങ്ങൾ മറന്നുകയോ മാനസെ നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം എന്തിനോർക്ക് നീ ത്വൽബല വീര്യഭാഗങ്ങൾ വർണ്ണിച്ചത് നിർപ്പൽ വച്ചതിലാകുമേയുള്ളടോ. ഇതം വധുസൂദനൻ ചൊന്ന നേരം വായുപുത്രനെ യസത്വരം പ്രീതിനാൽ ബ്രഹ്മാണ്ടനാശു കലങ്ങുന മാനവൻ സമ്മതമോഹൻ സിംഹനാഥം ചെയ്തരുളിയിരുന്ന വാമനഭൂതയമേതെന്ന് വളർന്നവൻ ഭൂമിധരാധരൻ എന്ന് ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണ രാവണനെ കുലത്തോട് മുഴുക്കിനാൻ. ദേവിയെയും കൊണ്ടുപോയി അരുവിനെ പോയി അല്ലായ്മയോ ദശകണ്ഠം അനുബന്ധിച്ച് മെല്ലവേ വാമരതൂടത്തിനാൽ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും ലോക കൂടെ വലത്തു കരാനാളാക്കിക്കൊണ്ടു രസതന്തിയെ വെച്ച് തേടിനാൻ. രാമാങ്കുലീയത്തെ കൈക്കൊണ്ടു രോഗിനാൽ മാരുതി വാക്കു കേട്ടൊരു വിധി സുധരാട കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരികനി രാവണൻ എന്ന തൂർത്തുവാൻ പിന്നെയും നിർഗയിച്ചിരുവൻ ദശാസനെ രാഘവൻ വിക്രമം കാട്ടുവാനെങ്കിലും അല്ലല്ലോ പുഷ്കരമാർഗേന പോകും നിനക്കൊരു വിഘ്നം വരായ്മ കല്യാണം ഭവിക്കനായി മാരുതെ മുണ്ടരിക്കെ സഭ ശ്രീരാമകാര്യത്തെ യോത്തുള്ള പോകുന്നു ആശ്ചര്യപൂർവകം ചെയ്തു കപികുലൻ മാശു പോകുന്നൊരു വചനമന്തരം വേഗേന പോയി മഹീന്ദ്രൻ മുതലേ നഗാരിയെ പോലെ നിന്നു വണങ്ങിനാൻ. യുദ്ധം പറഞ്ഞിടിച്ചൊരു തത്തയും ബദ്ധമോദനം അടിച്ചൊരു ഇത്യാദി രാമായണ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.